ധന്യാക്കനായ ഉദ്ഘാടകൻ പത്മശ്രീ കുഞ്ഞുണ്ണി മാഷിന് ഞാൻ എൻ്റെ പേരിലും ആരാധന ട്രസ്റ്റിൻ്റെ പേരിലും അയ്യപ്പശ്രീയുടെ പേരിലും സ്നേഹത്തിൻ്റെ പക്ഷേ ഹൃദയപൂർവ്വം ഈ ധന്യവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രധാന ചടങ്ങായ മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയുടെ കർമ്മപദ്ധതി വിവരിക്കാനായി വിടർത്തിയ അയ്യപ്പശ്രീ എന്ന അന്താരാഷ്ട്ര സംഘടനയിൽ ഈ രാജ്യത്തിൻ്റെ അമരക്കാരനായ നാഷണൽ കോർഡിനേറ്റർ എന്ന പദവി വഹിക്കുന്ന അദ്ദേഹം പറയരുത്, പേരൊന്നും വെക്കരുത് എന്നാണ് പറഞ്ഞത്. എങ്കിലും എനിക്ക് എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. ഞാൻ ഒരു അനുസരണക്കേട് കാണിച്ചുകൊണ്ട് പറയുന്നു, അദ്ദേഹം ഡോക്ടറാണെങ്കിലും ആ പ്രൊഫഷനൊക്കെ മാറ്റിവെച്ചിട്ട് ഈ മാലിന്യ നിർമ്മാർജ്ജനം എന്ന ദൈവതുല്യമായ ദൈവത്തിനോടടുത്ത് നിൽക്കുന്ന ആ പുണ്യകർമ്മത്തിൽ പങ്കുചേരാൻ രാജ്യം മുഴുവൻ ഓടി നടക്കാൻ കാണിച്ച ആ വലിയ മനസ്സ് അത് എങ്ങനെ പ്രകീർത്തിക്കണം എന്നെനിക്കറിഞ്ഞൂടാ. എന്തായാലും ആ വലിയ മനസ്സിലുള്ള ശ്രീ അയ്യപ്പശ്രീയുടെ ദേശീയ കോർഡിനേറ്റർ ശ്രീ ഗണേശൻ കെ, ഡോക്ടർ ഗണേഷ് ജി എന്ന് ഞങ്ങൾ വിളിക്കുന്ന അദ്ദേഹത്തിന് എൻ്റെ പേരിലും ആരാധന ട്രസ്റ്റിൻ്റെ പേരിലും അയ്യപ്പശ്രീയുടെ പേരിലും ഈ ധന്യവേദിയിൽ ഞാൻ സ്വാഗതം. ഇതിൻ്റെ മുഖ്യ പ്രഭാഷകനായി എത്തിച്ചേർന്ന ആരാധന ട്രസ്റ്റിൻ്റെ എല്ലാ ചടങ്ങുകളിലും ഒരു മടിയും കൂടാതെ പങ്കെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണമെങ്കിൽ ഒരു രക്ഷാകർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു രക്ഷാധികാര സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പല നിർദ്ദേശങ്ങളും നൽകാറുള്ള സാഹിത്യ ലോകത്ത് തൻ്റെ വ്യക്തമായ മുദ്രകൾ അടയാളപ്പെടുത്തിയതിന് അംഗീകാരമായി കേരള സംസ്ഥാന സർക്കാരിനെ കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കൂടിയായ എൻ്റെ ഗുരുനാഥനായ ശ്രീ പൂയപ്പള്ളി സംഗമനെ ഞാൻ എൻ്റെ പേരിലും ആരാധനാ ട്രസ്റ്റിൻ്റെ പേരിലും അയ്യപ്പശ്രീയുടെ പേരിലും ഈ വേദിയിലേക്ക് സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അറിയാൻ ഇവിടെ എത്തിയ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപഭരണാധികാരിയായ വൈസ് പ്രസിഡന്റ്, എൻ്റെ സഹപാഠി, എൻ്റെ അയൽവാസി, എൻ്റെ നാട്ടുകാരൻ, ഈ നാടിൻ്റെ സുപരിചിതൻ, ഇവിടുത്തെ മുൻ ബ്ലോക്ക് ഭരണ സമിതിയിലൊക്കെ അംഗമായിരുന്ന ശ്രീ AN ഉണ്ണികൃഷ്ണൻ അവരെ ഞാൻ എൻ്റെ പേരിലും ആരാധന ട്രസ്റ്റിൻ്റെ പേരിലും അയ്യപ്പശ്രീയുടെ പേരിലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാൻ ശ്രീ ആദരവ് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നേടിയ ബിജു ജയാനന്ദൻ, അദ്ദേഹത്തിൻ്റെ എല്ലാ നാടകങ്ങളും കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹങ്ങളുടെ ജനപ്രതിനിധിയായിരുന്നു, ഒരു വായനശാലയുടെ സജീവ പ്രവർത്തകനാണ് ഒക്കെ ആണെങ്കിൽ എൻ്റെ ചങ്ങാതിയാണ്. അപ്പോൾ എൻ്റെ ചങ്ങാതിയുടെ നാടകം വെച്ചിട്ടുണ്ടെങ്കിൽ
ഇത്രയും വലിയ സംസ്ഥാനത്തെ ഇത്രയും വലിയൊരു പദവി നൽകി സംസ്ഥാനം ആദരിക്കും, അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ ഈ ജന്മനാടിൻ്റെ ആദരവ് ഇന്ന് തന്നെ വൈകിട്ട് അദ്ദേഹം ഏറ്റുവാങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട്. പക്ഷേ എങ്കിലും ഈ നാട് സ്വന്തം ജന്മനാട് അദ്ദേഹത്തെ ആദരിക്കണം എന്നാദ്യമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തത് ആരാധനാ ട്രസ്റ്റാണ്. എൻ്റെ ചങ്ങാതി കൂടിയായ, എൻ്റെ സ്നേഹിതൻ കൂടിയായ ശ്രീ ബിജു ജയാനന്ദനെ ഈ വേദിയിലേക്ക് ഞാൻ ആത്മാർത്ഥമായി സ്വാഗതിച്ചു. ശ്രീമതി രാധിക സതീഷ് ഈ പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 12 വർഷങ്ങളിലധികമായി ഈ നാടിൻ്റെ ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയാണ്. 12 വർഷമല്ല, ഇനി 24 വർഷം കഴിഞ്ഞാലും ഈ വാർഡിലെ ജനങ്ങളൊക്കെ പറയുന്നത് മെമ്പർ എന്നുള്ള ഒരു കൺസെപ്റ്റ് സങ്കല്പമുണ്ടെങ്കിൽ രാധിക മതി എന്ന് വെച്ചാൽ പകരം വയ്ക്കാനാവാത്ത പ്രവർത്തനങ്ങളിലൂടെ ഒരു വാർഡ് മെമ്പർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് ജനങ്ങളുടെ കയ്യടി നേടിയ ഒരു മാറ്റമുണ്ടാകും. അവരിപ്പോൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തിന് ശ്രീമതി രാധിക സതീഷിന് ഞാൻ എൻ്റെ പേരിലും ആരാധന ട്രസ്റ്റിൻ്റെ പേരിലും IFSCയുടെ പേരിലും സൗഹൃദത്തിൻ്റെ ഭാഷയിൽ സ്വാഗതമുള്ളത്. വേദിയിൽ ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ ദേവരാജൻ മാസ്റ്റർ, അദ്ദേഹം ഇപ്പോൾ ഹരിത കേരളം മിഷൻ സർക്കാരിൻ്റെ പദ്ധതി ബ്ലോക്കിൻ്റെ ആർട്ടികം പദവി അലങ്കരിക്കുകയാണ്. ഈ പറയുന്ന മാലിന്യ നിർമ്മാർജ്ജന വിശാലമായ ഒരു പ്രക്രിയയുടെ സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ആവശ്യമായ പരിശീലനങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൊടുക്കാൻ ചുമതല ഈ വൈപ്പിൻ ബ്ലോക്കിൽ ചുമതലയേൽക്കപ്പെട്ട നിയുക്തനാക്കപ്പെട്ട ആരാധനാ ട്രസ്റ്റിൻ്റെ എല്ലാ പരിപാടികളിലും വളരെ വിനയത്തോടെ എപ്പോഴും പങ്കെടുക്കാറുള്ള ശ്രീ ദേവരാജൻ മാസ്റ്റർ ഞാൻ എൻ്റെ പേരിലും ആരാധന ട്രസ്റ്റിൻ്റെ പേരിലും IFSCയുടെ പേരിലും ഞാൻ സ്നേഹത്തോടെ സ്വാഗതിച്ചു. ജോയ് നായർ അമ്പലം എത്തും എന്ന് പറഞ്ഞത്, പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. എത്തുമെന്ന് കരുതുമെങ്കിലും അദ്ദേഹത്തിന് വലിയ സാഹിത്യകാരനാണ്, പ്രശസ്ത സാഹിത്യ നിരൂപകനാണ്. ആരാധനത്തിൻ്റെ പരിപാടികളിൽ വളരെ നേരത്തെ മുതൽ പങ്കെടുക്കാറുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷയുള്ളതിന് അദ്ദേഹത്തിനും ഞാൻ ഈ വേദിയിലേക്ക് എൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ NM രവി വളരെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലൊക്കെ വൈപ്പിൻകരയിലും വൈപ്പിൻകരയ്ക്കും പുറത്തും കേരളം മുഴുവനും ഇപ്പോൾ ഡൽഹിയിലും വരെ പ്രവർത്തനങ്ങൾ വ്യാപിക്കപ്പെട്ടുകയാണ്. ഒരു പക്ഷേ സംസ്ഥാനത്തിൻ്റെ പട്ടികജാതി മോർച്ചയുടെ റിസർച്ച് ആൻഡ് പോളിറ്റിക്കൽ കൺവീനറായ അതൊരു പുതിയ പോസ്റ്റാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഈ സംസ്ഥാനത്തിൻ്റെ ആ പദവിയിലേക്ക് അവരോധിക്കപ്പെട്ട
എൻ്റെ പേരിലും ആരാധനാ ട്രസ്റ്റിൻ്റെ പേരിലും IFSCയുടെ പേരിലും ഈ ധന്യമായ വേദിയിലേക്ക് സ്വാഗതം. ആശംസകൾ അർപ്പിക്കാൻ എത്തിയ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന കൂട്ടായ്മയുടെ അധ്യക്ഷനായ അഡ്വക്കേറ്റ് KS കിഷോർ കുമാർ, അദ്ദേഹത്തെ ഞാൻ എൻ്റെ പേരിലും ആരാധനാ ട്രസ്റ്റിൻ്റെ പേരിലും IFSCയുടെ പേരിലും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം. റെസിഡൻറ്റ് അസോസിയേഷനുകളുടെ പള്ളിപ്പുറം പഞ്ചായത്തിലെ അപ്പെക്സ് കൗൺസിലിൻ്റെ സെക്രട്ടറിയായ ശ്രീ ഫാസി PK, ശ്രീ ഫാസിച്ചേട്ടനെ ഞാൻ എൻ്റെ പേരിലും ആരാധനാ ട്രസ്റ്റിൻ്റെ പേരിലും IFSCയുടെ പേരിലും ഈ ധന്യവേദിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. IFSCയുടെ ഈ ജില്ലയുടെ അമരക്കാരനായ എറണാകുളം ജില്ലയുടെ കോർഡിനേറ്ററായ ഈ വൈക്കങ്കരയുടെ ചിരകാല ബന്ധിതനായ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലൊക്കെ തിളങ്ങിയ IFSCയുടെ ജില്ലാ സ്ഥാനാർത്ഥിയായ ശ്രീ എൻ്റെ ദീർഘകാല ചങ്ങാതിയായ സുരേന്ദ്രൻ ചേട്ടൻ, ശ്രീ TG സുരേന്ദ്രൻ അവരെ ഞാൻ എൻ്റെ പേരിലും ആരാധനാ ട്രസ്റ്റിൻ്റെ പേരിലും IFSCയുടെ പേരിലും ഈ ധന്യവേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. IFSCയുടെ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ പാർവതി മാഡം സത്യത്തിൽ അത് ക്ഷണിക്കാൻ മറന്നുപോയതാണ്. പക്ഷേ ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വിളിപ്പിച്ചേർന്നു. IFSCയുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ ശ്രീ പാർവതി മാഡത്തെ ഞാൻ എൻ്റെ പേരിലും ആരാധനാ ട്രസ്റ്റിൻ്റെ പേരിലും IFSCയുടെ പേരിലും ഈ ധന്യവേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ ഇരിക്കുന്നതും സദസ്സിലിരിക്കുന്നതും വന്നതും വരാനുള്ളതും വരുമെന്ന് പ്രതീക്ഷിക്കുന്നതുമായ പേരറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായ എല്ലാവരെയും ഓരോരുത്തരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും ആരാധനാ ട്രസ്റ്റിൻ്റെ പേരിലും IFSCയുടെ പേരിലും ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഏറെ സന്തോഷം നിറഞ്ഞ ഇന്നത്തെ ധന്യമായ പേരിൽ അതിൽ ഉപവിഷ്ടരായിരിക്കുന്നവരുടെ വ്യക്തിഗതമായിട്ടും അല്ലാതെയും ഏറെ സന്തോഷത്തോടു കൂടി ആത്മാർത്ഥത നിറഞ്ഞ ഒരു സ്വാഗതമാണ് ഇവിടെ നിങ്ങൾക്കുള്ളത്. ഇതിൻ്റെ ഏറ്റവും ധന്യമായത് എന്ന് പറയുന്നത് രാജ്യം ആദരിച്ച ശ്രീ കുഞ്ഞൂർ മാഷ്, സംസ്ഥാനം ആദരിച്ച ശ്രീ പൂയപ്പള്ളി തങ്കപ്പൻ മാഷ്, അതുപോലെ തന്നെ ബിജു ദയാനന്ദൻ, അങ്ങനെയുള്ളവരുടെ ആ ധന്യമായ സാന്നിധ്യം ഈ വേദിയെ എന്തുകൊണ്ടും ഉത്സാഹപരമാക്കുന്നതാണ്. ഒരു തനിയാവർത്തനം എന്ന രീതിയിൽ ഞാൻ വേദിയെ എടുത്ത് നിങ്ങളിലേക്ക് ഇനി ഞാൻ അഭിസംബോധന ചെയ്യുന്നില്ല. എങ്കിലും ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒരു സാധാരണ 10-11 അംഗങ്ങളുള്ള ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ ഇവിടെ വളർന്നു വരുന്നതാണ്. അതിൻ്റേതായ കർമ്മങ്ങൾ സകല മേഖലകളിലും ആതുര സേവന രംഗത്തും സാമൂഹ്യ രംഗത്തും
പ്രവർത്തന മണ്ഡലങ്ങൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് IFSCയുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ആരാധനാസ്ഥലത്ത് ഏറെ ദുരിതം അനുഭവിക്കുന്ന നാടും നമ്മളും അതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ അങ്ങേയറ്റം എത്തുന്ന മാലിന്യം, അതും ജൈവ മാലിന്യം, അത് ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ച് അത് ഒരു സാമ്പത്തിക ഭദ്രതയിലേക്ക് കൂടി ഈ സംസ്കരണത്തിൽ ഏർപ്പെടുന്നവർക്ക് ഗുണവും ഉപകാരവും നാടിനും പ്രത്യേകിച്ച് നമ്മൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ആ സംസ്കരണത്തിൻ്റെ വിവിധമായ ഭാഗങ്ങളും രീതികളും അതിൻ്റെ ഭാഷ്യങ്ങളും ഇവിടെ ഒരു ക്ലാസ് മുഖേന നടത്തുന്നതോടൊപ്പം തന്നെ പള്ളിപ്പുറം പഞ്ചായത്തിൽ എല്ലാവരുടെയും സഹകരണത്തോട് അതത് കുടുംബങ്ങളിൽ, കാരണം ഈ 11ഓളം വരുന്ന അംഗങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റിൻ്റെ അതിൻ്റെ സ്ഥാപക നേതാവിൻ്റെ അവിടെ മുമ്പിലിരിപ്പുള്ള ശ്രീ വേണു, അദ്ദേഹം മറന്നിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എങ്കിലും ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ട്രസ്റ്റിന് ഒരു രക്ഷകരും അതുപോലെ ട്രസ്റ്റ് വളരാനും ട്രസ്റ്റിലേക്ക് ഞങ്ങളെ പോലുള്ളവരെ കൊണ്ടുവരുവാനും അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ രീതികളും മനസ്സിലാക്കി ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു മനസ്സാന്നിധ്യം അത് അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഗുരുതുല്യരായ തങ്കപ്പൻ മാഷിനെ പോലെയുള്ള നല്ല വ്യക്തിത്വങ്ങളുടെ നിർദ്ദേശങ്ങൾ അത് ഞങ്ങൾക്കുണ്ട്. ദേവരാജൻ മാഷിക്കൊണ്ട് ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് കുഞ്ഞൻ മാഷിനെ കാണുന്നതും അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നതും. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ നല്ല വാക്കുകളും പിന്നെ ബിജു ദയാനന്ദൻ നമ്മുടെ നാട് ആദരിച്ച അദ്ദേഹം അവരെയൊക്കെ ആദരിച്ച് നിങ്ങളിലേക്ക് ഞങ്ങളുടെ ഉറവിട മാലിന്യ സംസ്കരണം എന്നുള്ള ആ ഒരു IFSCയുമായിട്ടുള്ള ആ ചിട്ടയോടുകൂടിയുള്ള അതിൻ്റെ കർമ്മ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുക, വീടുകളിലേക്ക് എത്തിക്കുക, അത് നല്ല രീതിയിൽ പ്രായോഗികവൽക്കരിക്കുക എന്ന നല്ല ഉദ്ദേശം മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇവരെയൊക്കെ കാണാനും അവരുടെ 2 വാക്കുകൾ കേൾക്കുവാനുള്ളൊരു അവസരം ഉണ്ടാക്കുക, ഇതൊക്കെ തന്നെ ഈ ട്രസ്റ്റിൻ്റെ ചെറിയ തോതിലുള്ള ആഗ്രഹങ്ങളും ആശയങ്ങളുമൊക്കെ. പ്രത്യേകിച്ച് ഇത് ഇന്നത്തെ ഈ ചടങ്ങ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ വീണ്ടും പറയുന്നത് കുഞ്ഞൻ മാഷിനെ അധികമാരും അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ഒരു നാടിൻ്റെ അധസ്ഥിതമായിട്ടുള്ള താഴേത്തട്ടിൽ കിടക്കുന്നവരുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം 7 പതിറ്റാണ്ടോളം തന്നെ തൻ്റെ ജീവനും സമയവും തൻ്റെ വിദ്യാഭ്യാസവും എല്ലാം അതിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് കേൾക്കുമ്പോഴും അതിൻ്റെ പരിണത ഫലം അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്ത് ആദരിക്കുകയും ചെയ്തു എന്നുള്ള സന്തോഷ വാർത്തകളെല്ലാം നമുക്ക് ഏറെ ഗുണകരവും അതുപോലെ തന്നെ പ്രവർത്തനോന്മുഖരാക്കുന്ന ഒരു വിശേഷവും നമ്മളിൽ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ആ നല്ല വ്യക്തിത്വത്തെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ സദസ്സിലേക്ക് അദ്ദേഹത്തിന് ഈ ധന്യമായ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ നാടിൻ്റെ തീരാ ശാപമായി മാറുന്ന മാലിന്യ സംസ്കരണം, ജൈവമാലിന്യ സംസ്കരണം, പ്രത്യേകിച്ച് പറയുന്നത് ജൈവമാലിന്യ സംസ്കരണമാണ്. അതിൻ്റെ ഈ ക്ലാസ്സെല്ലാം എല്ലാ രീതിയിലും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്ന ആ ധന്യമായ ചടങ്ങിലേക്ക് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഹൃദയം സന്തോഷത്തോടുകൂടി ശ്രീ കുഞ്ഞൻ മാഷിനെ ഈ വേദിയിലേക്ക് ഞാൻ സദയം ആദരം ക്ഷണിച്ചുകൊള്ളുന്നു.
മാഷ് നിങ്ങളെ അഭിസംബോധന സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ആദരവ് ചടങ്ങുകളാണ് നടക്കുന്നത്. അദ്ദേഹത്തെ ബിജു ദയാനന്ദനെ ആദരിക്കൽ ചടങ്ങ് ഭാരതം പത്മശ്രീ നൽകി ആദരിച്ച ശ്രീ കുഞ്ഞൽ മാഷിനെ ആദരിക്കുകയാണ്. ആരാധനാ ട്രസ്റ്റിൻ്റെ പരമാധ്യക്ഷൻ ശ്രീ കെ കെ അബ്ദുൾ റഹ്മാനെ ക്ഷണിക്കുന്നു. ആദരവേറ്റുവാങ്ങാൻ കുഞ്ഞൽ മാഷിനെ. മൊമെന്റം നൽകുന്നതിന് വേണ്ടി ശ്രീ കോയിപ്പള്ളി തങ്കപ്പൻ മാസ്റ്ററെ ക്ഷണിക്കുന്നു. പോളിറ്റിക്സ് ഗോൾഡ് എന്ന പ്രസ്ഥാനത്തിൻ്റെ കൂട്ടായ്മയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കിഷോർ കുമാറിനെ ശ്രീ ബിജു ദയാനന്ദനെ ആദരിക്കുന്നതിനായി ട്രസ്റ്റിൻ്റെ സ്ഥാപകനും ട്രസ്റ്റിൻ്റെ അമരക്കാരനുമായ ശ്രീ കെ വി വേണുവിനെ പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ശ്രീമതി രാധിക സതീഷിനെ ക്ഷണിക്കുന്നു. മൊമെന്റം നൽകുന്നതിനായി ശ്രീ ദേവരാജമാരെ ക്ഷണിക്കുന്നു. IFSCയുടെ ദേശീയ കോർഡിനേറ്ററായ ഡോക്ടർ ഗണേഷ് സാറിനെ ഒരു പൊന്നാടയക്കുന്നതിന് വേണ്ടി ശ്രീ ടി ജി സുരേന്ദ്രൻ IFSCയുടെ ജില്ലാ കോർഡിനേറ്ററായ ടി ജി സുരേന്ദ്രൻ അവരുടെ ക്ഷണിക്കുന്നു. പോളിറ്റിക്സ് ഗോൾഡിൻ്റെ കൂട്ടായ്മയായ മൊമെന്റം നൽകുന്നതിന് ശ്രീ പ്രസിഡന്റ് ശ്രീ കിഷോർ കുമാർ ആദരവ് ഏറ്റുവാങ്ങുകയും നമ്മുടെ ഈ സന്തോഷം നിറഞ്ഞ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത കുഞ്ഞുവൽ മാഷിൻ്റെ ആ വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾ കാതോർക്കുന്നു.
ബഹുമാനപ്പെട്ട അധ്യക്ഷനവരുകളെ, വേദിയിലിരിക്കുന്ന മകൻ വ്യക്തികളെ, സദസ്സിലെ മകന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഭാരത പദ്ധതികൾ എല്ലാവരെയും ചേർന്ന് പറഞ്ഞിരിക്കും. പിന്നീട് സംസാരിക്കാൻ വരുന്ന ആളുകൾ പലരും ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും പേര് പറഞ്ഞ് സമയം കളയാറുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നാറുണ്ട്. പിന്നീട് നമ്മളിപ്പോൾ ഇത്ര ആളുകൾക്ക് ഒരു രഹസ്യ യോഗം പോലെയാണ് തോന്നുന്നത്, അല്ലേ? വളരെ കുറച്ച് ആളുകൾ കാര്യ ഗൗരവത്തോടുകൂടി വേദിയിൽ വന്നിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സമയമാണ്. ഭൂമിയിലെ സകല മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പത്ത് സമയമാണ്. രണ്ടാമത്തെ സമ്പത്താണ് ഭൂമി. സമയം എല്ലാവർക്കും അവരുടെ കൈപ്പിടിയിലുണ്ട്, ഭൂമി അങ്ങനെയില്ല. അപ്പൊ ഇതെങ്ങനെ ശരിയാക്കും എന്ന് ചോദ്യത്തിന് പല പ്രാമാണിക ഗ്രന്ഥങ്ങൾ നമ്മുടെ ഭാരതത്തിൽ തന്നെയുണ്ട്. അതിലേക്കൊന്നും നടന്ന് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഉടലെടുത്ത ഗ്രന്ഥങ്ങളും അങ്ങനെയാണ്. ഇതിനിടയ്ക്ക് രാഷ്ട്രമീമാംസ രംഗത്ത് ഒരു വലിയ പ്രതിഭാശാലി ഉദയം ചെയ്ത് അദ്ദേഹത്തിന്റെ പേര് കാർൽ മാർക്സ് എന്നാണ്. മാർക്സിനെ സഹായിക്കാൻ പ്രകൃതി ഏറ്റെടുത്തുണ്ടായി. അവര് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ജർമ്മൻ ഭാഷയിലാണ്, അവർ ജർമ്മനിക്കാരായിരുന്നു. ജർമ്മൻ ഭാഷയിലാണ് ആ പുസ്തകം എഴുതിയത്. അത് പ്രസിദ്ധീകരിച്ച് ലണ്ടനിൽ കൊണ്ടുപോയി കാണും. രാഷ്ട്രമീമാംസ രംഗത്ത് ഭരണരംഗത്തൊക്കെ വലിയ ചർച്ചയും വ്യതിയാനം ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങളാണ് മാർക്സിന്റെയും ഏംഗൽസിന്റെയും പിന്നീട് ലെനിന്റെയും ഗ്രന്ഥങ്ങൾ. പക്ഷേ ഇന്നിപ്പോൾ ആ ഗ്രന്ഥങ്ങളുടെ ലോകത്തെ എവിടെയും വിലയിരുന്നത് ദൂരത്തെ 200 രാജ്യങ്ങളിൽ മാത്രമേ ലഭിച്ചു. ആ അവസ്ഥയിലാണ് ആ ഗ്രന്ഥത്തില് അവരെ സൂചിപ്പിച്ചത്. മനുഷ്യ സമത്വത്തിന് വേണ്ടി ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇന്ത്യയും വിദേശത്തും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും 1975 അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ ഭരണഘടനയിൽ പ്രധാനമന്ത്രി ഇന്ത്യ ഒരു സോഷ്യലിസം എന്ന വാക്കുകൾ കുത്തിക്കയറ്റി വെച്ചിട്ട് പോലും എന്താണ് സോഷ്യലിസം എന്ന് അവർക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. ഇന്ത്യക്കാരുടെ ആർക്കും നിശ്ചയമില്ല. ഒരു വാക്കിനെ പറയുന്നു ആണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു രസകേട്ടം. ആ സോഷ്യലിസത്തിന്റെ കൂടെ മതേതര എന്നൊരു വാക്ക് കൂടി അവർ ചേർത്തിരുന്നു. എല്ലാ നേതാക്കന്മാരും നിർണ്ണയിക്കുമ്പോൾ ആവർത്തിച്ച് മതേതരം പറയും. അപ്പൊ നമുക്കെന്ത് മനസ്സിലാവും? മതേതര എന്താണെന്ന് അവർക്ക് പറ്റില്ല. എന്നാൽ സോഷ്യലിസം എന്ന വാക്ക് 2-3 പ്രാവശ്യത്തിൽ ചില നേതാക്കന്മാരെ കേൾക്കുകയോ ഞാൻ ഒരു നമ്മുടെ നാട്ടിലൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ഭംഗിയായിട്ട് പരിഗണിക്കുന്നയാളാണ്. ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കോഴിക്കോടൊരു മൈതാനത്ത് അദ്ദേഹം പ്രസംഗിക്കുന്നു. ഞാൻ ആ പ്രസംഗം കേൾക്കാൻ ഞാൻ നടക്കുന്ന പണിക്ക് തുടങ്ങിയതാണ്. അപ്പൊ അദ്ദേഹത്തെ പ്രസംഗം അയക്കാനായിരുന്നു 2 മണിക്കൂർ അദ്ദേഹം വീണ്ട പ്രസംഗം. ആ പ്രസംഗം അവസാനിച്ച നേരത്തെ അദ്ദേഹം സോഷ്യലിസം എന്ന വാക്ക് പറഞ്ഞു. പക്ഷെ എന്താ സോഷ്യലിസ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാക്ക് പറഞ്ഞാൽ വിഷമം അദ്ദേഹം ഞാൻ വാക്കില്ലായില്ല, അതിൻ്റെ ശബ്ദത്തിൽ എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചേ ഉള്ളൂ, നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഭരണഘടനയിൽ 2 പ്രധാനപ്പെട്ട വാക്കുകൾ. മതേതരമെന്ന് പറയുന്നത് ഭരണരംഗത്ത് ആദ്യം കൊണ്ടുവന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശരിയായതുകൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നത് ഇംഗ്ലണ്ടിലെ
മത സ്വാധീനം രാഷ്ട്രീയത്തിൽ ഭരണത്തിൽ ഉണ്ടാകരുത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷെ അത് വേറെ രാജ്യക്കാരെ സ്വീകരിച്ചതായിട്ട് അറിയില്ല. എന്തായാലും നമ്മുടെ ഭാഷയിലെ ആ വാർത്തകൾ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താ? എല്ലാവരെയും കീഴടക്കുന്ന ഒരു വലിയ സംസ്കാരം നമ്മുടെ രാജ്യത്തുണ്ട്. അത് അഴിമതിയുടെ സംസ്കാരമാണ്, കൈക്കൂലിയുടെ സംസ്കാരമാണ്. ആ സംസ്കാരം ഒന്ന് കുറയാനെന്താ മാർഗം? നമ്മുടെ രാജ്യത്ത് അഴിമതി വളരെ കൂടുതലായിട്ട് കൈക്കൂലി ജീവിതം ഉത്സവമായിട്ട് നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ, കേരളവും. ഇതൊന്ന് കുറയ്ക്കാൻ നമുക്ക് എത്തിക്കാൻ കഴിയും. ഒരു പ്രധാനപ്പെട്ട ഗൗരവമായ ചോദ്യമാണ്. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ രംഗത്തായാലും ഉദ്യോഗത്തായാലും സാഹിത്യ രംഗത്തായാലും ഒക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയം എങ്ങനെ ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താനാണ് എന്നാണ്. അതാണ് ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത്. ഈ വൈദ്യുതികര വലിയ നേതാക്കന്മാരുണ്ടായ നാടാണല്ലോ. ഒരാൾ മജിസ്ട്രേറ്റായിരുന്ന ഭഗവന്മാർക്ക്, ഒരാൾ MLA മാധവന്മാർക്ക്, പിന്നെ മന്ത്രിയായിരുന്ന കൃഷ്ണൻ MP കൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള വലിയ ആളുകൾ രംഗത്ത് വന്ന ഒരു നാടാണ് ഈ വൈദ്യുതികര. പക്ഷേ ഇവിടെ പാവപ്പെട്ട ആളുകൾ എന്ത് മുന്നേറ്റമുണ്ടായി എന്ന് നേതൃത്വ കാര്യത്തിൽ ആലോചിക്കണം. വീടില്ലാത്തവർ വീടുണ്ടായ എല്ലാവർക്കും, ഭൂമിയില്ലാത്തവർ ഭൂമിയുണ്ടായ, ഇത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത് കേരള ഗവൺമെന്റിന്റെ ഭാരതത്തിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ, നമ്മൾ IFSC എന്ന സംഘടന അതിനെക്കുറിച്ച് എനിക്കൊരു നിർദ്ദേശമുണ്ട്. ഈ IFSC പറയാൻ അതിന് മുഴുവൻ പേര് പറയണം. മുഴുവൻ പേര് പറയുമ്പോഴാണ് നാട്ടുകാർ കൂടുതൽ മനസ്സിലാവുന്നതാണ്. ഒരു 3 ഇംഗ്ലീഷ് 4 ഇംഗ്ലീഷ് വാക്യം ഭാഷകൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ആ തന്നെ പൂർണ്ണമായ പേര് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവും. അത് വിശദീകരിക്കണം. അത് വിശദീകരിച്ചുകൊണ്ട് എൻ്റെ മൂത്ത മകൻ അമേരിക്കയിലേക്ക് ചെറിയ ഒരു പ്രമാണിയായി നൽകിയാണ്. ഇതിപ്പോൾ പാലക്കാട് ക്ലാസ്സിലേക്ക് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആ സംഘടന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയും സാമ്പത്തികമായി. അവർ പറയുന്ന ആ മാലിന്യ നിർമ്മാർജ്ജന പ്രവൃത്തി ഏറ്റെടുത്താൽ ഓരോ കുടുംബത്തിൽ ഏറ്റെടുക്കാവുന്നതാണ്. അത് ഏറ്റെടുത്താൽ സ്വാഭാവികമായിട്ട് ഒരുപാട് വീട്ടുകാർക്ക് ഏറ്റെടുക്കുന്ന വീട്ടുകാർക്ക് 2 വിധത്തിലുള്ള സാമ്പത്തിക സഹായം ഉണ്ടാകും, സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. ഞാൻ അത് വിശദീകരിക്കുമ്പോൾ അപ്പോൾ ഈ സാധാരണ സ്വീകരണം കിട്ടുന്ന ആളുകൾ എല്ലാവരെയും ആശംസകളൊക്കെ എഴുതാനാണ് അല്ലെങ്കിൽ നാലുപാട് പറയാറ്. ഇനിയിപ്പോൾ സംസാരിക്കാനൊന്നും അത് പ്രത്യേകത ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിനൊക്കെ വിശദീകരിച്ച് സമയം കഴിഞ്ഞത് നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ ഇത് അധികം വരെ സഹായിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു കഴിവ് വരെ സഹായിക്കും എന്ന് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മുടെ ഭരണഘടന ശരിയാണ്. നമ്മൾ വായിക്കുന്നതല്ല. ഭരണഘടന കാണാത്തവരെ മന്ത്രിമാരായിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഭരിക്കേണ്ടത് എന്നും ഇപ്പോഴത്തെ മാത്രമല്ല, പലപ്പോഴും അങ്ങനെയാണ്. ഇന്ത്യൻ ഭരണഘടന കാണാത്തവർ, കണ്ടിട്ട് വായിക്കാത്തവർ, വായിച്ചിട്ട് മനസ്സിലാക്കാത്തവർ, അങ്ങനെയൊക്കെ ആളുകളുടെ MPമാർ, MLAമാർ, മന്ത്രിമാരൊക്കെയാണ് നമ്മുടെ ഗതികളാണ് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മിക്ക യോഗങ്ങളിൽ ഭരണഘടന പീഡികരിക്കുന്നതെന്ന് പറയും. നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് ഭരണഘടനാ വിദഗ്ധനായ ഒരു വലിയ നേതാവ് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ is the greatest democratic constitution ever written in the world. Greatest democratic constitution. Great എന്ന വാക്ക് മഹത്വം എന്നാണ് അർത്ഥം. അപ്പോൾ ആ മഹത്വം എന്ന വാക്ക് പല ദുരുപയോഗപ്പെടുത്താൻ എല്ലാവരും എന്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പം ഈ രോഗമുണ്ടല്ലോ അതിന് മഹാമായി പറയാം. മഹത്വം ഉണ്ടെങ്കിൽ എതിർക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഒരു ഭാഷ പഠിച്ചിരിക്കുന്നുണ്ട് മഹാമായി വലിയ മഴ
പീഡികയുണ്ടാകും. ആ പീഡിക ഞാൻ ആദ്യം വായിക്കാം. We the people of India carry solemnly resolve to constitute India into a sovereign, socialist, secular, democratic republic and to settle to all its citizens, justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and opportunity, and with a broad among of all, productivity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 25th day of November 1949, do really allow, enact and give to ourselves this Constitution. ഇതാണ് നമ്മുടെ ഭരണഘടന. ഈ പീഡികയെ കൊണ്ട് തുടങ്ങുന്ന ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ജനങ്ങൾ സ്വയമർത്തി ഒരുപാട് മുഖത്തരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര റിപ്പബ്ലിക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള റിപ്പബ്ലിക്കിലെ അംഗങ്ങൾ കേരളത്തിൽ കിട്ടുന്നില്ല. ജസ്റ്റിസ് നീതി കിട്ടും. എന്തൊക്കെ നീതിയാണ്? സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. പിന്നെ ലിബർട്ടി ഓഫ് തോട്ട്, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, എക്സ്പ്രഷൻ, അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം. പിന്നെ ബിലീഫ് എന്നുള്ള രണ്ട് വാക്കുകളുള്ളത്. ബിലീഫ്, ഫെയ്ത്ത്. ബിലീഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എന്തിനും വിശ്വസിക്കാനുള്ളത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ആത്മീയ വിശ്വാസത്തിൽ, മതവിശ്വാസത്തിൽ. അതാണ് ആ രണ്ട് വാക്കുകൾ. ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. നമുക്ക് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടും. പിന്നെ ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ്, എല്ലാ മനുഷ്യരുടെയും സമത്വത്തിനും സ്റ്റാറ്റസിന് സമത്വം വേണം. ജാതിപരമായോ സാങ്കേതികമായോ വിദ്യാഭ്യാസ അനുഭവങ്ങളൊന്നും മനുഷ്യർ വേർതിരിക്കാനായില്ല. എല്ലാവരും ഈക്വൽ സ്റ്റാറ്റസ് ഉള്ളതായിരിക്കണം. അതുപോലെ അവസരവും വേണം. ഈക്വൽ സ്റ്റാറ്റസ് വേണം. ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരത്തിന് സമ്മതം വേണം. അതിനോടൊപ്പം തന്നെ എന്തൊക്കെ പ്രൊഡക്ടിവിറ്റി, സാഹോദര്യം, of the individual, വ്യക്തിയുടെ ഡിഗ്നിറ്റി, ആ ഡിഗ്നിറ്റി അനുസരിച്ചുള്ള സ്വാതന്ത്ര്യമായിരിക്കണം. സ്വാതന്ത്ര്യം. പിന്നെ ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും സൂക്ഷിക്കണം. ഇത് ഇത്രയും പ്രമാണികമായുള്ള ഭരണഘടനാ രീതിയാണ് ലോകത്തിൽ വേറൊരു ഭരണഘടനയിൽ വെച്ചിരിക്കുന്നത്. ആകെ റഷ്യൻ ഭരണഘടനയിൽ ഈ ബിലീഫ് മാത്രം പറയുന്നത്. പക്ഷേ റഷ്യയുടെ ഭരണഘടനയിൽ എക്സ്പ്രഷൻ സ്വാതന്ത്ര്യമില്ല. ബിലീഫ് അതുകൊണ്ട് അവിടെ മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന റഷ്യൻ ഭരണഘടനയിൽ ഇത് ചൈനയുടെ അർത്ഥം വെക്കാറുണ്ട്. അവിടെ ബുദ്ധമതക്കാർക്ക് മതപരമായ കാര്യങ്ങൾ നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും സ്വാതന്ത്ര്യമില്ല. അതാണ് ചൈനയിലെ അവസ്ഥ. ഉത്തരകൊറിയയിൽ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് ഇല്ലാതിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ രാഷ്ട്ര
അവരോട് ഇന്നലെ ചോദിച്ചാൽ വേറെ ചോദ്യത്തെ ചോദിച്ചു. ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ സ്ത്രീകൾ ഉപദ്രവിക്കാതിരിക്കുകയും ചോദിക്കുക. കാരണം ഒരു മോഹൻ 10 ആളുകൾ, പക്ഷേ 10 കുട്ടികളുണ്ടായി. അച്ഛനും അമ്മയും പോകുന്നിടത്ത് കുട്ടികളെ കൊണ്ടുപോകണം. പണിക്ക് പോകുമ്പോൾ ചെയ്യാറുണ്ട്, അമ്മയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ കൊണ്ടുപോകാറുണ്ട്. എന്തുകൊണ്ട് പൊതുപരിപാടികളിൽ കുട്ടികളെ കൊണ്ടുവരുന്നില്ല? പൊതുപരിപാടികൾ ആളുകൾ പ്രസംഗിക്കുന്നത് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കണം. അങ്ങനെ കുട്ടികൾക്ക് പഠിക്കുമ്പോഴാണ് അവർക്ക് പഠിക്കാനുള്ള ആവശ്യം ഉണ്ടാവുന്നത്. നമ്മുടെ രാജ്യത്തിപ്പോൾ ഒരുപാട് വലിയ സ്റ്റാറ്റസുള്ള ജോലികൾ നമ്മൾ ജില്ലാ കളക്ടർ, നിങ്ങൾ എത്ര പേര് അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുക വരികയാണ്. നമ്മുടെ ആലുവായി അതുപോലെ കമ്മീഷണർ ഒക്കെ വരികയുള്ളവരാണ്. ഈയിടെ പെരുമാറുകൾ 70 വന്ന് കൊച്ചു വരെ എന്താ ഈ പെരുമാറ് പറഞ്ഞത്? ഇവർക്ക് എന്താ അനുഭവം? അവർക്ക് പറഞ്ഞ കാര്യം പോലീസുകാരിൽ IPS എന്ന് പറയുന്ന ഇന്ത്യൻ പോലീസ് സർവീസ് പരീക്ഷ പാസ്സായി. അതുപോലെ കളക്ടർമാരാകുന്ന ആളുകൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പാസ്സായി. അത് പാസ്സായ ആളുകൾ വേറെ സ്ഥലത്ത് വയ്ക്കാൻ പറ്റില്ല. പരമാവധി ആദ്യമായി കഥയിലില്ല 3 കൊല്ലത്തിൽ ഒരു കളക്ടറാണ്. ഏറ്റവും ചെറിയ ജോലി അതാണ്. ഒരു IAS-കാരുടെ ഏറ്റവും ചെറിയ ജോലി ജോലിയാണ്. അതാണ് പിള്ളേർ കളക്ടറാവുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആവേശം ഉണ്ടാകും. പഠിക്കുന്ന എല്ലാവരും കളക്ടറാണ്, എല്ലാവരും IAS-കാരാണ്, എല്ലാവരും ഡോക്ടർമാരാണ്, എല്ലാവരും എഞ്ചിനീയർമാരാണ് എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓരോരുത്തരും അവരെ യോഗ്യതയെടുത്ത് അവർ ഷൈൻ ചെയ്യും. അപ്പം അതിന് മാതാപിതാക്കന്മാരുടെ ശ്രദ്ധ വരണം, ജാഗ്രത വരണം. ഇന്നിപ്പോൾ എന്താ മൊബൈലിൽ കിട്ടുന്ന കുട്ടികൾ പഠിത്തം വളരെ കുറവാണ്. പിന്നെ കുറവാണ്. ഞാൻ വഴക്ക് പറയുന്നില്ല, എല്ലാവരും. അതുകൊണ്ട് ഈ മൊബൈൽ സംസ്കാരം കുട്ടികളിൽ നിന്നൊന്ന് കുറയ്ക്ക് ചെയ്തില്ല. അടുത്ത തലമുറയിൽ നമ്മുടെ കുട്ടികളൊക്കെ വെറുതെ അരഞ്ഞ് ചെയ്ത് നാട്ടിലാണ് കേൾക്കുന്നത്. കൈക്കൂലി കൊടുക്കാൻ കഴിവുള്ള ആളുകൾ കൈക്കൂലി കൊടുത്ത് പിള്ളേരെ ജയിക്കും. എനിക്ക് ഒരുപാട് പേരെ ജയിച്ചറിയാം. കൈക്കൂലി കൊടുത്ത കഴിവുള്ള ആളുകൾ കൈക്കൂലി കൊടുത്ത് ഉദ്യോഗമാണ്. മനസ്സിലായോ? അവരൊക്കെ ബാക്കിയുള്ളവരെ കൈക്കൂലി കൊടുത്ത കാര്യമില്ലാത്ത ആളുകൾ പിള്ളേരോട് അരഞ്ഞ് ചെയ്യുവാനും അവരുടെ പിള്ളേരുകളാവും ദൈവം കേന്ദ്ര തുണിയാണ്. അങ്ങനെ നാളെ ശാപമായി സമൂഹത്തിൽ. അതുകൊണ്ട് നമ്മൾ പോകുന്ന തൊഴിലാളികളിലൊക്കെ നമ്മൾ
പദ്ധതിയുടെ ഒരു വിശദീകരണം ശ്രീ ഗണേശൻ, ദേശീയ കോർഡിനേറ്റർ, IFSC. ബഹുമാന്യ ശ്രീ MK മാഷ്, വേദിയിലിരിക്കുന്ന സമാധാന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, അതുപോലെ ആരാധന ട്രസ്റ്റിൻ്റെ സജീവ പ്രവർത്തകരെ, ആരാധന ട്രസ്റ്റ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിലേക്ക് IFSC എന്ന ഓർഗനൈസേഷൻ ഈ സമൂഹത്തിന് മുമ്പാകെ സമർപ്പിക്കുന്ന പ്രോജക്റ്റിനെ കുറിച്ച് ഒരു ലഘു വിവരണം ഈ കൂടിയിരിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. തീർച്ചയായും ആരാധന ട്രസ്റ്റ് എന്ന ഒരു വലിയ സംരംഭം ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തു. പക്ഷേ ആ ട്രസ്റ്റിൻ്റെ പ്രവർത്തകരെ പോലും ഒരുപക്ഷെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്ന ആളുകൾ വരാത്ത ഒരു സാഹചര്യം ഇവിടെ സമാഗതമായി. ഞങ്ങൾക്ക് ഒരുപാട് ട്രെയിനിങ്ങുകളിൽ ട്രെയിനേഴ്സായി പോകുന്നവരാണ്. പക്ഷേ കൂടിയിരിക്കുന്ന ആളുകളുടെ വലിപ്പത്തിനേക്കാളും എണ്ണത്തിനേക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടിരിക്കുന്ന മനസ്സുകൾക്കാണ്. ഒരുപക്ഷെ ഈ വേദിയിൽ നിന്ന് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ധൈര്യം വേണ്ടത് വേദിയിലിരുന്ന് കേൾക്കാനാണ്. 100 ആൾ വന്നിട്ട് കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാതെ തിരിച്ചു പോകുന്നതിനേക്കാളും നല്ലത് 10 ആൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന ഒരു വേദിയാണ് ഒരുപക്ഷെ ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്. ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ വേദികൾ കണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ ഈ വേദിയുടെ ഒരു ചെറുപ്പം ഒരിക്കലും എന്നെ അലട്ടുന്നില്ല. വന്നിരിക്കുന്ന ആളുടെ മഹത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എന്തായാലും ഇതൊരു ധന്യമായ വേദിയാണ്. ഒരുപക്ഷെ ഞാനൊക്കെ ഗുരുതുല്യനായി ആദരിക്കുന്ന പത്മശ്രീ MK കുഞ്ഞോലു മാഷിനെ, അതുപോലെ നാടകരംഗത്ത് സുത്യർഹ സേവനം നടത്തി കേരള സംഗീത നാടക അക്കാദമിയുടെ ഈ വർഷത്തെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ 2ാമത് നടൻ അവാർഡ് കരസ്ഥമാക്കിയ ബിജു ജയാനന്ദൻ, ഇവരൊക്കെ ആദരിക്കുന്ന ഈ വേദിയിൽ IFSC എന്ന ഒരു ഓർഗനൈസേഷനെ കുറിച്ച് ഇത്തിരി നേരം സംസാരിക്കാൻ അവസരം തന്ന ആരാധന ട്രസ്റ്റിന് IFSC എന്ന ഓർഗനൈസേഷൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത ആദ്യം തന്നെ അർപ്പിക്കട്ടെ. ഇപ്പം മാഷ് സൂചിപ്പിച്ചതുപോലെ IFSC ഒരുപാട് നാളുകളുടെ ചർച്ച, ഒരുപാട് പേരുകൾ വന്ന സാഹചര്യം, ഇവിടെയൊക്കെ ഇതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റ് എന്ന ഒരുപക്ഷെ സാമൂഹിക ശാക്തീകരണത്തിനുള്ള അന്തർദേശീയ സംരംഭകത്വം എന്ന് മലയാളത്തിൽ ഓമന പേരിട്ട് വിളിക്കുന്ന, ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് വേരുറപ്പിച്ച ഒരാശയമാണ് IFSC എന്ന ഓർഗനൈസേഷൻ. തീർച്ചയായും ഞങ്ങളുടെ ആശയങ്ങൾക്ക് കരുത്തു പകരാൻ ഈ നാട്ടിലെ ഒരു സജീവ സാന്നിധ്യമായ ആരാധന ട്രസ്റ്റ് മുൻകൈയെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൊറോണ എന്ന മഹാവ്യാധി നാട്ടിലാകെ പടർന്നു പിടിച്ച് ഒരുപക്ഷെ ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് ഒരു ഉത്തരമില്ലാതെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നെഗറ്റീവ് എനർജിയുമായി കടന്നു വന്ന കൊറോണയുടെ മുമ്പിൽ, അല്ലെങ്കിൽ കൊറോണ ജനിച്ച സമയത്ത് തന്നെ പോസിറ്റീവ് എനർജിയോടെ ജനിച്ച ഒരു ഓർഗനൈസേഷന്റെ വക്താവാണ് ഞാൻ. തീർച്ചയായും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു ആശയം അവതരിപ്പിക്കുകയും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി
ഒരുപാട് മനുഷ്യർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച ഒരു പ്രൊജക്റ്റാണ് IFSC വിഭാവനം ചെയ്യുന്നത്. ഏകദേശം 714ഓളം പ്രോജക്റ്റുകളുടെ ഒരു ശേഖരമാണ് IFSC എന്ന ഓർഗനൈസേഷൻ. ഇതിലെ മാലിന്യ സംസ്കരണം എന്ന ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഫസ്റ്റ് പ്രോജക്റ്റായി ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, അല്ലെങ്കിൽ സാമുദായിക നേതൃത്വം, അല്ലെങ്കിൽ സമൂഹ നേതൃത്വം, അതുപോലെ നമ്മളിത് അവതരിപ്പിച്ച സാധാരണക്കാരായ ആളുകൾ പോലും പുച്ഛത്തോടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾ ഒരു 5 രൂപ ഇട്ട് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം 5, 10, 50 വരുന്ന പ്രോജക്റ്റുകൾ പോലും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ പോലും തോറ്റ് പിന്മാറിയ സാഹചര്യത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നത്? ഇത് സാധാരണക്കാരെ മനസ്സിലാക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ പിന്മാറിയത് ആശയമില്ലായ്മയല്ല, സമ്പത്തില്ലായ്മയല്ല. 25 ലക്ഷത്തോളം രൂപ പഞ്ചായത്തുകൾക്ക് ഉറവിട മാലിന്യ സംസ്കരണത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ എത്ര പൈസ ചെലവിട്ടിട്ടും എന്ത് കൊടുത്തിട്ടും ഇന്നും നമ്മുടെ ഓരോ തെരുവോരങ്ങളിലും മാലിന്യം നിറഞ്ഞെടുക്കുകയാണ്. ഈ മാലിന്യം എന്ന മഹാവ്യാധിക്ക് അല്ലെങ്കിൽ ഒരു മാരണത്തിനെതിരെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന ഒരുപാട് കാലത്തെ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഒരു കൂട്ടം പ്രൊഫഷണൽസും സാധാരണക്കാരായ ഒരു കൂട്ടം ആളുകളും ചേർന്നുകൊണ്ട് ഈ ഒരു ഓർഗനൈസേഷന് രൂപം കൊടുക്കുന്നത്. ഞാൻ ഒരു മെഡിക്കൽ മേഖലയിൽ നിന്ന് ആ മേഖല പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു മഹാവ്യാധിക്കെതിരെ പടപൊരുതുന്ന കുറെ ആളുകൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള കാരണവും കൂടി അതാണ്. കാരണം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കും. ദൈവം പറന്ന ഭൂമിയായതുകൊണ്ടല്ല ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ഇതിന് പേരിട്ട് വിളിച്ചത്. ആ ഒരു തത്വത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുവരാൻ ഒരു കൂട്ടം പ്രബുദ്ധരായ ആളുകളെ വാർത്തെടുക്കാൻ ഒരു ദുഷ്കരമായ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഓരോ പഞ്ചായത്തിലും അതിന് താഴെ പോലെ ഓരോ വാർഡുകളിലേക്കും ഈ ആശയം കടന്നു ചെന്നിട്ടുണ്ട് എങ്കിൽ ഇന്ന് കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് മാലിന്യ സംസ്കരണം. സാധാരണ ഈ കൗൺസിലിംഗ് സെക്ഷനിലൊക്കെ വരുന്ന സമയത്ത് ഒരു പെണ്ണ് കാണാൻ വരുന്ന ചടങ്ങിനെ കുറിച്ച് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ പെണ്ണിന്റെ സൗന്ദര്യം, പെണ്ണിന്റെ ശാരീരികമായ പ്രത്യേകതകൾ, കുടുംബ പശ്ചാത്തലമൊക്കെയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു വീട്ടിലുള്ള അടുക്കള എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കും ആ വീട്ടിലെ സ്ത്രീകളുടെ സ്വഭാവം. പെണ്ണ് കാണുന്നതിന് പകരം ആ അടുക്കള കാണുന്നു. ഒരു വീട്ടിലെ ബാത്റൂം എത്ര മാത്രം ഭംഗിയായിരിക്കും അതുപോലെ ഇരിക്കും ആ വീട്ടിലുള്ള ആളുകളുടെ മനസ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ സാധാരണ ഒരു കോംപ്ലക്സിലൊക്കെ ഇവിടെയൊക്കെ എഴുതിയിരിക്കുന്നത് ടോയ്ലറ്റ് എന്നാണ്, അല്ലെങ്കിൽ ബാത്റൂം എന്നാണ്. പക്ഷെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ വലിയ എയർപോർട്ട് പോലെയുള്ള സംവിധാനത്തിലോ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോയ്ലറ്റ് എന്നതിൻ്റെ പേര് കാണാൻ കഴിയില്ല. തെരഞ്ഞു നടന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത ഒരു സംഭവം ടോയ്ലറ്റ്. ബട്ട് നമ്മൾ അവിടെ എഴുതി കാണുന്നത് റെസ്റ്റ് പ്ലേസ് ഓർ റെസ്റ്റ് ഹൗസ്. എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലുള്ള കക്കൂസിനെ അല്ലെങ്കിൽ നമ്മുടെ പുകയിലെ കക്കൂസിനെ റെസ്റ്റ് പ്ലേസ് എന്ന് എഴുതിയത്? ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സമാധാനമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ കേരളക്കാര് അല്ലെങ്കിൽ ഇപ്പം പ്രബുദ്ധരായി എന്ന് മേനി നടിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ മണിയറകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു വീട് നിർമ്മാണമുണ്ട്. ഇപ്പം മലബാറിലൊക്കെ കല്യാണത്തിന് ബാക്കി എല്ലാം മാറ്റിവെച്ചാൽ ഒറ്റ കാര്യം ചെയ്യുക, മണിയറ എത്ര പൈസയാണോ അതുപോലെ ഇരിക്കും കല്യാണത്തിന്റെ സ്റ്റാറ്റസ്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ മണിയറയേക്കാളും നിങ്ങളുടെ ഫ്രണ്ടിലുള്ള ഗാർഡനേക്കാളും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നത് എവിടെയാണ്? അവരുടെ ബാത്റൂമിനാണ്. ഈ
ബാത്റൂം നോക്കിയിട്ടാണ് ആ ഫാമിലിയുടെ സ്റ്റാറ്റസ് വിദേശ രാജ്യങ്ങളിൽ നിർണ്ണയിക്കപ്പെടുന്നത്. ഒന്നും അറിയാതെയല്ല. പണ്ട് സായിപ്പ് ട്രൗസറിട്ട് വന്നപ്പോൾ നിങ്ങൾ കുത്തിച്ചവനെ തള്ളി. ഇവിടെ കടലോരത്ത് വന്ന് അവൻ വെയിലുകൊണ്ട് കിടക്കുമ്പോൾ അവനെ ഭ്രാന്താന്ന് വിളിച്ചു. ബസ്സിൽ കയറുന്ന സമയത്ത് സാനിറ്റൈസർ എടുക്കുമ്പോൾ അഹങ്കാരിന്ന് വിളിച്ചു. മാസ്ക് ഇട്ട് നടന്നപ്പോൾ അവരെന്ത് വിളിച്ചു? ഒരഹങ്കാരിയായവൻ മാസ്ക് ഇട്ട് നടക്കുന്നു. കൊറോണ എന്ന് നിങ്ങൾ കാണാത്തൊരു ജീവി ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ജയിപ്പിച്ചു അല്ലേ? നിങ്ങളുടെ കടലോരം കാണാൻ വന്നവനല്ല സായിപ്പ്. വൈറ്റമിൻ ഡി ഇല്ലാതെ വൈറ്റമിൻ ഡി ഇത്ര മാത്രം ലഭിക്കുന്ന നാട്ടില് നിങ്ങൾക്ക് വാരിക്കോരി ദൈവം തരുന്ന വൈറ്റമിന്റെ കലവറയായ ഒരു സ്ഥലത്തേക്ക് വൈറ്റമിൻ തേടി വന്ന സായിപ്പിനെ നിങ്ങൾ അഹങ്കാരിയെന്ന് വിളിച്ചു. മെലാനിൻ എന്നൊരു സാധനം ഒരിക്കലും എവിടുന്ന് കിട്ടാത്തതാണ്. പക്ഷെ അത് ധാരാളമായി ലഭിക്കുന്ന നമ്മുടെ നാട്ടിലേക്ക് സായിപ്പ് വന്നപ്പോൾ അവനെ നമ്മൾ അഹങ്കാരിയെന്ന് വിളിച്ചു. കാരണം നമ്മൾക്ക് തിരിച്ചറിയാനുള്ള ശേഷിയില്ല. പക്ഷെ പലർക്കും അത് ഉണ്ട് എന്ന് ഇനിയെങ്കിലും മലയാള നാട് നീ ചിന്തിക്കുക. ഒരു മാലിന്യ സംസ്കരണ വേദിയിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ മാലിന്യം ഏറ്റവും കൂടുതൽ കുറയാനുള്ള ഒരു ഓപ്ഷൻ ഒരാണ് വെച്ചത് മാലിന്യ സംസ്കരിക്കലല്ല, പകരം നമ്മൾ അടുക്കളയിൽ മാലിന്യം തള്ളുന്ന ആ ബക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ടുന്ന സാധനങ്ങളാണ് തള്ളുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുന്നു. ഇദ്ദേഹത്തിന് വിളമ്പി അതേ അളവിലായിരിക്കും 50 രൂപയുടെ ഭക്ഷണം കുഞ്ഞോല് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. പക്ഷെ കൃത്യമായി ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാളാണെങ്കിലും അദ്ദേഹം കഴിച്ച ഭക്ഷണത്തിന് പകുതിയെ ഇവിടെ കഴിക്കും. നിങ്ങൾ ഹോട്ടലിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, ഭക്ഷണം കഴിഞ്ഞ് എണീക്കുന്ന സമയത്ത് ഒന്ന് പ്ലേറ്റ് നോക്കിയാൽ മതി. അതായത് ഇത്ര മാത്രം ഭക്ഷണം വേസ്റ്റാകുന്ന ഒരു വർഗത്തിനാണ് ഈ ലോകത്തെവിടെയും കാണാൻ പറ്റില്ല, കേരളത്തിൽ മാത്രമേ കാണാൻ പറ്റൂ. ഈ വേസ്റ്റ് ആക്കുന്ന പ്രവണത കുറച്ചാൽ തന്നെ വേസ്റ്റ് പകുതിയായി ചുരുങ്ങും. ഉദാഹരണത്തിന് ഞങ്ങളൊരു കോയമ്പത്തൂർ ഒരു ഹോട്ടലിൽ പോയി. ഞങ്ങൾ 4 പേരാണ്. ഒരു ഫാദറുണ്ട്. ഭക്ഷണം കഴിച്ച് ഇദ്ദേഹത്തിന് ഭക്ഷണത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ എണീക്കാൻ പോകുന്ന സമയത്ത് ആ ഹോട്ടലിൻ്റെ മാനേജർ വന്ന് ഒരു ബോർഡ് ഞങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചു. കംപ്ലീറ്റ് ഭക്ഷണം കഴിച്ചാൽ 20% ഫ്രീ ആയിട്ട്. ശരിക്കും ഇൻസൾട്ടായി പോയി. ഞാൻ അദ്ദേഹത്തിനോട് വന്ന് ഞാനാണ് പ്ലാൻ ചെയ്യുന്നത്, പ്ലീസ് എല്ലാം കഴിക്കണം. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബോർഡ് വെച്ചതെന്ന്. അദ്ദേഹം പറഞ്ഞു ഞാനൊരു ദരിദ്രന്റെ മകനായിരുന്നു. ഞാൻ ഇന്നൊരു ലെവലിലേക്ക് എത്തിയത് അന്നത്തിനെ മാനിച്ചതുകൊണ്ടായിരുന്നു. നിങ്ങളുടെ കേരളക്കാരൻ്റെ മുന്നിൽ മാത്രമേ ഈ ബോർഡ് ഞാൻ വെക്കുന്നു. ഒരു തമിഴനും ഒരന്നവും ബാക്കിയാക്കില്ല. ആ അഹങ്കാരത്തിന്റെ ഫലം തന്നെയാണ് നമ്മൾ ഇത് അനുഭവിക്കുന്നത്. മലയാളികളായ നമ്മുടെ മുന്നിൽ തമിഴനായ ഒരാൾ ബോർഡ് വെച്ച് തരാം, പ്ലീസ് നീ കൂടുതൽ കഴിച്ചാൽ നിനക്ക് ഞാൻ പൈസ കുറച്ച് തരാം. നമ്മളെ ഹോട്ടലിലാണെങ്കിലോ ആ കൂടുതൽ കഴിക്കുന്നതിന് പണം ഈടാക്കുന്ന നാടുകളാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഈ ഒരു പ്രഭാഷണം കൂടുതൽ കിട്ടുന്നില്ല, പക്ഷെ നിങ്ങളുടെ ചിന്തയെ ചെറിയ കാര്യങ്ങളിലേക്ക് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ഉദാഹരണത്തിന് നമ്മളെല്ലാവരെയും ഇൻസൾട്ട് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, ഇപ്പം സാധാരണ നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് എന്നോട് ഒരാൾ ചോദിച്ചു, സാറേ നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു, എങ്ങനെയുള്ള വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും ചോദ്യം. ഒരു കോളേജിൽ ചോദിച്ചതാണ്, എങ്ങനെയുള്ള വെള്ളം കുടിക്കാം. ഒരിക്കലും ഒരു സയൻറ്റിസ്റ്റിനും ഒരു ഡോക്ടർക്കും എങ്ങനെയുള്ള വെള്ളം കുടിക്കാമെന്ന് അവതരിപ്പിക്കാൻ കഴിയില്ല. അതിനതിൻ്റെതായ കാരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഞാൻ നോട്ട് ചെയ്ത ചില സംഗതികളുണ്ട്. ഞാൻ ഒരു ഉത്തരം പറഞ്ഞു, നല്ലൊരു കയ്യടി കിട്ടി. എങ്ങനെയുള്ള വെള്ളം കുടിക്കാം? ഉതിര കുടിക്കുന്ന വെള്ളം കുടിക്കാമോ? കേട്ടിട്ടുണ്ടോ? ഉതിര കുടിക്കുന്ന വെള്ളം ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും ഒരു ടെസ്റ്റും കൂടാതെ കുടിക്കാമെന്ന് പറയാം. കാരണം എന്താ? ഉതിരക്ക് തിരിച്ചറിവുണ്ട് ഇത് ഏത് ടൈപ്പിലുള്ള വെള്ളം. ഒരിക്കലും മലിനജലം ഉതിര കുടിക്കില്ല. ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ലാസ്റ്റിൽ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഒരു ചോദ്യം വന്നത്, എവിടെ
ഉറങ്ങാം. നമ്മളൊക്കെ വാസ്തു നോക്കിയിട്ടും നമ്മുടെ എഞ്ചിനീയറുടെ കൺസെപ്റ്റ് അനുസരിച്ചൊക്കെ നമ്മൾ പറയുന്ന ഭാഗത്ത് ഉറങ്ങാം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഉറങ്ങാം. പക്ഷെ ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എവിടെ ഉറങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയെ മാനിച്ച് ജീവിക്കുന്ന ഒരാൾ ഒറ്റ ഉത്തരവ് കൊടുക്കാൻ പറ്റും. എന്താണ്? പൂച്ച ഉറങ്ങുന്ന സ്ഥലത്ത് ഉറങ്ങാം. ലോകത്ത് ഏറ്റവും ശാന്തനായി ഉറങ്ങുന്ന ഒരു ജീവിയാണ് അതിന് പൂച്ച. ഒരു ഡിസ്റ്റർബൻസിന് മൈൻഡ് ചെയ്യാതെ ശാന്തനായി ഉറങ്ങുന്ന പൂച്ചക്കറിയാം എവിടെ ഉറങ്ങണം. അതേപോലെ തന്നെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്, പലപ്പോഴും നമ്മുടെ ഈ മാലിന്യ സംസ്കരണ വേദിയിൽ വെച്ച് സംസാരിക്കാറുണ്ട്. നമ്മളൊക്കെ മാമ്പഴം ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ? നമ്മൾ കടയിൽ കയറി കഴിഞ്ഞാൽ ഏത് ടൈപ്പിലുള്ള മാമ്പഴം തിരഞ്ഞെടുക്കാം? നല്ല പഴുത്ത കേടൊന്നും കൂടാതെ മാമ്പഴം അല്ലേ? പക്ഷേ ഈ IFSCയുടെ വേദിയിൽ വന്ന് പോകുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ചിന്ത മാറ്റും. കാരണം മാമ്പഴം തിരഞ്ഞെടുക്കുമ്പോൾ പുഴുവുള്ള മാമ്പഴം തിരഞ്ഞെടുക്കണം എന്ന് പറയും, അല്ലെങ്കിൽ പഴുത്ത് ചീഞ്ഞ മാമ്പഴം തിരഞ്ഞെടുക്കണം എന്ന് പറയാം. കാരണം ഈ മാങ്ങയെ പഴുപ്പിക്കുന്നത് ബാക്ടീരിയകളാണ്. ആ മാങ്ങയിൽ തീർച്ചയായും ഒരു വെള്ളപ്പുഴു ഉണ്ടാവും. ഈ വെള്ളപ്പുഴുവിനെ നിങ്ങൾ വാങ്ങിയ മാമ്പഴത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? വാങ്ങിയ ആളെയും തെറി പറയും, തന്ന കടക്കാരനെയും തെറി പറയും അല്ലേ? നമ്മൾ മനസ്സിലാക്കുക, പുഴുവുള്ള ചീഞ്ഞ മാമ്പഴമാണ് ഒരു മനുഷ്യ ശരീരത്തിന് കഴിക്കാൻ യോഗ്യം. കാരണം ഇറ്റ് ഈസ് എ ബാക്ടീരിയൽ ബോഡി. ഇനി എന്തെങ്കിലും കടയിൽ പോയിട്ട് ആ കടക്കാരനോട് പറയാം, ചേട്ടാ 1 കിലോ ചീഞ്ഞ മാമ്പഴം. കാരണം കെമിക്കലിട്ട് പഴുപ്പിക്കുന്ന മാമ്പഴം ഒരിക്കലും ചീഞ്ഞു പോകില്ല. 2 മുതൽ 6 മാസം വരെ അതിന് എക്സ്പയറി ഡേറ്റ് കിട്ടും. അതിലൊരു പുഴുവിനെ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു പുഴുവെന്നുള്ള മാലിന്യം അല്ലെങ്കിൽ ഒരു പുഴുവെങ്കിലുള്ള മാമ്പഴം കഴിക്കണേ എന്നാണ് ഈ വേദിയിൽ വെച്ച് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. കാരണം അതിന് അതിൻ്റെതായ ശാസ്ത്രീയമായ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ സാധാരണ പണ്ടൊക്കെ നമ്മൾ കിണറിന് സ്ഥാനം കാണും. എവിടെയാണ് നല്ല വെള്ളം കിട്ടാമെന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ വെള്ളമുള്ള സ്ഥലം കണ്ടെത്താൻ പല ശരീരത്തിനും ആവും. ഇപ്പം B+ ബ്ലഡ് ഉള്ളവർക്ക് അത്യാവശ്യം ബ്ലഡ് നല്ല ജലസാന്നിധ്യത്തിലുള്ള ഒരു വൈബ്രേഷൻ കിട്ടും. B+ ബ്ലഡ് ഉള്ളവർക്ക് ചില പ്രത്യേകതയുള്ളവർക്ക് ഒരു മെഷീനറി വേണം, വെള്ളമുള്ള സ്ഥലം കണ്ടെത്തും. പക്ഷേ ശുദ്ധമായ വെള്ളം എവിടെ കിട്ടുന്നു? ഒരു മെഷീനും കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെ കണ്ടുപിടിക്കാൻ കഴിയും. എങ്ങനെ? വേനൽക്കാലത്ത് പക്ഷികൾ വിശ്രമിക്കുന്ന സ്ഥലം നോക്കി നടന്നാൽ അവിടെ ശുദ്ധജലമുണ്ടാവും. ഞാനിത് പറയാൻ കാരണം മനുഷ്യന് അറിവുണ്ട്. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കാം, നമ്മളെക്കാളും അറിവുള്ള ഒരു കൂട്ടം ജീവജാലങ്ങൾ അപ്പുറത്തുണ്ട്. അവർക്ക് എന്താണുള്ളത്? അവർക്ക് തിരിച്ചറിവുണ്ട്, നമുക്ക് തിരിച്ചറിവില്ല. ആ തിരിച്ചറിവ് നമ്മളിലേക്ക് എന്ന് വരുന്നുവോ അന്ന് മുതൽ നാം ചിന്തിച്ചു തുടങ്ങും, എൻ്റെ ഒരു പ്രവൃത്തിയും മറ്റൊരാൾക്ക് ഭാരമാകരുതേ എന്നൊരു ചിന്ത നമ്മളിലേക്ക് വരാൻ തുടങ്ങും. അതിൻ്റെ ഭാഗമാണ് മാലിന്യ സംസ്കരണത്തിനൊരു ബേസിക് കോഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ്, അത് ഞാൻ തന്നെ സംസ്കരിക്കണം, അത് ഞാൻ തന്നെ ഇല്ലാണ്ടാക്കണം എന്നൊരു ചിന്ത നമ്മളിൽ എന്ന് വരുന്നുവോ നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറും. IFSC എന്ന ഓർഗനൈസേഷൻ ഏകദേശം 1400ഓളം ആളുകൾക്ക് ഈ 4-5 മാസം കൊണ്ട് വലിയൊരു തൊഴിൽ സംരംഭമാണ് സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വരാനുള്ള ഫസ്റ്റ് യോഗ്യത കൊടുത്തത് ഒന്നുമല്ല, ഈ ഇതിലേക്ക് വരുന്ന ആളുകളുടെ വീട്ടിൽ അവൻ്റെ വീട്ടിലുണ്ടാകുന്ന മാലിന്യം അവൻ്റെ വീട്ടിൽ തന്നെ സംസ്കരിക്കാൻ തയ്യാറായ ഒരാൾക്ക് മാത്രമേ നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ളൂ. അതിന് തയ്യാറായവർ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആള് ഇത് തയ്യാറായി വന്ന് എങ്കിൽ ഞങ്ങളുടെ മനസ്സിലൊരു സ്വപ്നമുണ്ട്, 1 വർഷം കൊണ്ട് കേരളത്തിന് മുഖച്ഛായ മറിക്കാൻ പറ്റും. ഒരു സംശയമില്ല. ഇന്ന് നിങ്ങൾ കാണുന്ന പ്ലാസ്റ്റിക് ഒന്നുമല്ല നിങ്ങളുടെ ശത്രു, നിങ്ങൾ കാണുന്ന അടുക്കള മാലിന്യം ഒന്നുമല്ല നിങ്ങളുടെ ശത്രു. ഒരാറ്റം ബോംബ് ഭൂമിയിലടിക്ക് കിടക്കുക. കേരളത്തിലെ ജലജന്യ രോഗങ്ങളിൽ 85% പകർത്തുന്ന കക്കൂസ് താങ്ങുന്ന ആറ്റം ബോംബ്. ഇതിലേക്കാണ് മെഡിക്കൽ മാഫിയ കണ്ടുനട്ടിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ ഈ ഒരു സാധനം മാത്രം മതി അവരുടെ മരുന്ന് വിറ്റഴിക്കാൻ. കൃത്യമായി പറഞ്ഞാൽ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ചാകര ഉണ്ടാക്കാൻ
2 മാഫിയകൾക്കെതിരെയുള്ള യുദ്ധമാണ് ഞങ്ങളൊക്കെ നയിക്കുന്നത്. അതിൽ എന്ത് സംഭവിച്ചാലും ശരി 1 വർഷം കൊണ്ട് വിജയം നേടും. കാരണം 12,000 രൂപ ഒരു കക്കൂസ് ടാങ്കിന്റെ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കണം. തമിഴ്നാട്ടുകാരൻ വന്ന് ഇത് കോരിയിട്ട് എന്താ ചെയ്യാം? അന്യന്റെ പറമ്പിലേക്ക് എറിയും, അല്ലെങ്കിൽ അന്യന്റെ തൊടിയിലേക്ക് എറിയും, അല്ലെങ്കിൽ നമ്മുടെ ജലാശയങ്ങളിലേക്ക് വരും. ഈ കോളി ബാക്ടീരിയകൾ, അതുപോലെ കോളിഫോം ബാക്ടീരിയകൾ, ഒന്നും വേണ്ട, ഏകദേശം 670ഓളം രോഗാണുക്കളാണ് നമ്മളിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് എറിയുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിന് എങ്ങനെ മറികടക്കാവുന്ന ചിന്തയിൽ ഞങ്ങൾ ഉറവിട മാലിന്യ സംസ്കരണത്തിൽ 2ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കാനാണ്. അതായത് മാലിന്യം 8 അടി ഉയർന്നു നിൽക്കുന്ന കക്കൂസ് ടാങ്കിനെ നമ്മളുടെ ബാക്ടീരിയ ടെക്നോളജി ഉപയോഗിച്ച് സംസ്കരിക്കുകയാണെങ്കിൽ ഈ 8 അടി 50 ദിവസം കൊണ്ട് താണ് വന്ന് 1 അടി വളമായി മാറും. ഇതിന് മുകളിൽ ഉയർന്നു കിടക്കുന്ന വെള്ളം നമ്മുടെ കിണറിൽ നമ്മൾ കുടിക്കുന്ന അതേ വെള്ളത്തിന്റെ pH റേറ്റിലേക്ക് മാറ്റാനുള്ള ഒരു അതിനൂതന സാങ്കേതിക വിദ്യ ഞങ്ങൾ കേരളത്തിൽ അപ്ലൈ ചെയ്യുകയാണ്. ആരെടുത്താലും ശരി ഇത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വലിയ സംവിധാനം IFSCക്കുണ്ട്. അങ്ങനെയുള്ളൊരു സംവിധാനം വന്നു കഴിഞ്ഞാൽ നമ്മളിൽ 85% ജലജന്യ രോഗങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ബെഡ്റൂം ക്ലീൻ ആക്കുന്നതിന് മുമ്പേ, പൂജാമുറി ക്ലീൻ ആക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ വീട്ടില് ക്ലീൻ ആക്കാനുള്ള ഒരു സാധനമുണ്ട്. എവിടെ നിന്ന് തുടങ്ങണം? നമ്മളുടെ കക്കൂസിൽ നിന്ന് തുടങ്ങണം നിങ്ങളുടെ പ്രവൃത്തികൾ. സെക്കൻഡാണ് അടുക്കള. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു ടാങ്ക് ജലം ശുദ്ധീകരിച്ച് ഇതിനെ പ്രോസസ്സ് ചെയ്ത് നല്ലൊരു ജൈവ വളമാക്കി മാറ്റി വേണമെങ്കിൽ ഈ വളം നമ്മുടെ പറമ്പിലേക്ക് തന്നെ സ്പ്രേ ചെയ്യാനുള്ള സംവിധാനം പോലെ ഒരുക്കുന്നുണ്ട്. ഈ ഒരു മെത്തഡോളജി കേരളത്തിൽ യാഥാർത്ഥ്യമായാൽ ഇതൊരു വിപ്ലവം തന്നെയായിരിക്കും. നിങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കും, ഒരു സംശയവും വേണ്ട. കാരണം ഒരു സംഘടന മാലിന്യ സംസ്കരണം എന്ന ഒറ്റ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇതുവരെ ഈ നാട്ടിൽ ജനിച്ചിട്ടില്ല. ഇതിനുപയോഗിക്കുന്നത് യൂറോപ്യൻ സാങ്കേതിക വിദ്യയാണ്. ഇവിടെ ഉരുത്തിരിഞ്ഞ ആശയമല്ല. അതിൽ തന്നെ അമേരിക്കൻ പ്രോസസ്സ് കൂടി മിക്സ് ചെയ്തുകൊണ്ട് കേരളത്തിൽ ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അനീറോബിക് ബാക്ടീരിയകളെയും എയറോബിക് ബാക്ടീരിയകളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മെത്തഡോളജിയാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. തീർച്ചയായും അതിൻ്റെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും മാറണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. മാറിക്കഴിഞ്ഞാൽ ഇത് നിങ്ങളോട് ചെയ്യുന്നതല്ല, നിങ്ങളുടെ അടുത്ത തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സേവനമായി മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയും വേണ്ട. IFSC ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ചരിത്ര ദൗത്യത്തിന് ഈ നാട്ടിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകണമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി നിങ്ങളെല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രാർത്ഥനയോടുകൂടി ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി നമ്മുടെ തലമുറയെ കാർന്നു തീർക്കുന്ന ഈ വിപത്തിനെതിരെ ഒരേ മനസ്സായി പ്രവർത്തിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ലഘു പ്രഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ആദരണീയനായ ശ്രീ സൂര്യ തങ്കപ്പൻ മാസ്റ്ററെ സദയം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അബ്ദുൽ ഉസ്മാൻ, ഇവിടെ ആദരിക്കപ്പെടുന്ന സമാദരണീയനായ കുഞ്ഞോൻ മാസ്റ്റർ, പ്രിയപ്പെട്ട ബിജു ജയാനന്ദൻ എന്നിവരുൾപ്പെടെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ സഹോദരിയും സഹോദരന്മാരും,
ഏതാനും വർഷങ്ങളായി നമ്മുടെ ഗ്രാമത്തിൽ ഏറ്റവും മികച്ചതെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ആരാധനാ ട്രസ്റ്റ്. അവരുടെ എല്ലാ പരിപാടികളിലും ഭാഗഭാക്കാകാനുള്ള ഭാഗ്യം എനിക്ക് അവർ നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യവും പ്രസക്തിയുമുള്ള മറ്റൊരു മഹാസംരംഭത്തിലേക്ക് ആരാധനാ ട്രസ്റ്റ് കടക്കുകയാണ്. മാലിന്യ സംസ്കരണ പദ്ധതിയുമായിട്ട് TFCയുടെ വക്താവായ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇവിടെ സംസാരിക്കുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ചെന്നെത്തുക നമ്മുടെ സംസ്കാരത്തിലാണ്. ഒരു മാലിന്യവും മറ്റൊരാളെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ സ്വന്തം പുരയിടത്തിൽ തന്നെ പ്രയോജനപ്രദമായി സംസ്കരിക്കുവാനുള്ള സാഹചര്യം നിലവിലിരിക്കുമ്പോൾ അത് അന്യൻ്റെയും അയൽക്കാരൻ്റെയും മൂക്കിൻ്റെ തുമ്പത്ത് ചെന്ന് പെടണം നമ്മുടെ ഈ ദുർഗന്ധം എന്നൊരു വാശി ജന്മസിദ്ധമായി ലഭിച്ചിരിക്കുന്നൊരു സമൂഹമായി നമ്മൾ മാറി. ജൈവമാലിന്യങ്ങളും കുടുംബങ്ങളിലുണ്ടാകുന്നതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലെ ചുവട്ടിലോ മറ്റേതെങ്കിലും വെച്ചുപിടിപ്പിക്കുന്ന വളർത്തി ചെടികളുടെ കടക്കിലൊക്കെ കുറിച്ചിടാവുന്നതാണ്. മറ്റു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിച്ചു വെച്ചാൽ അത് കൊണ്ടുപോകാനായിട്ട് ഒരാളുകൾ കരുതി. അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു റിസർച്ച് അസോസിയേഷനിലൊക്കെ സംസാരിച്ച് വന്ന പിറ്റേ ദിവസം രാവിലെ ഉറക്കമുണർന്ന് ഗേറ്റ് തുറന്നപ്പോൾ എൻ്റെ ഗേറ്റിൽ 2 കെട്ടതിലിരിക്കുക മാലിന്യം. വീട്ടിൽ തന്നെ സംസ്കരിക്കണമെന്ന് പറഞ്ഞു പോയല്ലോ ഞാൻ. മറ്റൊരു സന്ദർഭത്തിൽ അത് തന്നെ സംഭവിച്ചു. ഒരു ചാക്കിൽ കെട്ടിയിട്ട് എൻ്റെ പതിക്കെട്ടിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞ അവസ്ഥയിലായിരുന്നു. പിന്നെ ചെറായിൽ അധികമാക്കായിട്ട് ഞാൻ കൂടുതൽ ഒന്നും പറയാറില്ല. പുറത്തൊക്കെ പോയി ഇവിടുത്തേക്കുമ്പോൾ ഒരു ബസ് കയറി ഒന്ന് മാലിന്യമായിട്ട് വരില്ലല്ലോ എന്നുള്ള ആശ്വാസമുണ്ട്. ഞാനിത്ര വിസ്തരിച്ച് പറയാൻ കാരണം ഇവിടെയൊക്കെ നമ്മുടെ സംസ്കാരമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അന്യനെ അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റുള്ളവരെ ലോഹിച്ച് ആനന്ദം കാണുക എന്നുള്ള അതിക്രൂരമായ ഉല്ലാസം നമ്മൾ അനുഭവിക്കും. അതാണ് മാറ്റം വരുത്തുന്നത്. മനുഷ്യൻ്റെ മാനസിക പ്രക്രിയകൾക്ക് ഒരു മാറ്റം സംഭവിച്ചെങ്കിൽ മാത്രമേ ഇത്തരം മാലിന്യങ്ങൾ ദൂരീകരിക്കാനായിട്ടുള്ള സക്രിയമായ സംരംഭങ്ങളിലേക്ക് ആത്മാർത്ഥമായിട്ട് ആളുകൾ എത്തുകയുള്ളൂ. ആ ബോധം ആളുകൾക്ക് ഉണ്ടാക്കലാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ പങ്കുകൾ. അതാണ് ഇവിടെ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. ഒരുപാട് പ്രശ്ന സഞ്ചലിതമായ ഒരു സമൂഹമാണ് നമ്മുടേത്. അതിൻ്റെ കൂടെ ഇത്തരം വിഷപൂരിതമായ പ്രശ്നങ്ങളും മനുഷ്യൻ്റെ ജീവനിൽ അപകടം വരുന്ന തരത്തിൽ വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ദൂരീകരിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ നടപടികളോടൊപ്പം അതിന് നിയുക്തരാകുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ബോധോദയം അവരുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് ആരെങ്കിലും കൂടി കാൽവയ്ക്കുവാൻ ആരാധനാട്രസ്റ്റിന് കഴിയും. പ്രവർത്തന രംഗത്ത് അതിന് ശേഷിയും ശേഷിയുമുള്ള അതിൻ്റെ ഭാരവാഹികളെ എനിക്ക് ഏറ്റവും കൂടുതൽ അടുത്തറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ശിഷ്യഗണങ്ങൾ ഉൾപ്പെടുന്ന ആളുകളിലാണ്. അതുകൊണ്ട് ഈ സംരംഭം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കായിക പ്രാധാന്യവും ഏറെ പ്രസക്തിയും ഉള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ കർമ്മപരിപാടി തീർച്ചയായിട്ടും കാര്യം മനസ്സിലാക്കിയ സമൂഹവും ഏറ്റെടുക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അവിടെ നിങ്ങൾക്ക് എല്ലാ വിജയവും ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ രസമായിട്ട് സംസാരിക്കുന്നു. ഒരുപാട് പേര് സംസാരിക്കാൻ ഇരിപ്പുണ്ട്. ഇവിടെ 2 ബഹുമാന്യരായ വ്യക്തികളെ ആദരിച്ചു.
ഒന്ന്, രാജ്യത്തിലെ അത്യുദാത്തമായ ബഹുമതികളിലൊന്നായ പത്മശ്രീ ലഭ്യമായ ശ്രീ കുഞ്ഞോൻ മാഷ്. മറ്റൊന്ന് പ്രൊഫഷണൽ നാടക മത്സരത്തിൽ സംസ്ഥാനാടിസ്ഥാനത്തിൽ നടന്ന മത്സരത്തിൽ അദ്ദേഹത്തിന് 2ാം സ്ഥാനം നേടിയ ബിജു ദയാനന്ദൻ. കുഞ്ഞോൻ മാഷ് ഈ സാമൂഹ്യ സേവനം എന്നുള്ളത് ഇഷ്ടംപോലെ തലയ്ക്കും വിലക്കുമൊക്കെ എടുത്ത് പ്രയോഗിക്കുന്നൊരു പദമായിട്ട് മാറിയിരിക്കുന്നു. പലതരത്തിലാണ് സാമൂഹ്യ സേവനം. ഒന്ന്, പ്രകടന പദ്ധതിയുടെ വിളംബര ഘോഷമായിട്ട് മാറുന്ന സാമൂഹ്യ സേവനം. താൻ ചെയ്യുന്നത് അതിനേക്കാൾ ഇരട്ടിച്ച് മറ്റുള്ളവർ അറിയണമെന്നുള്ള പരിപാടിയിലൂടെ നടത്തപ്പെടുകയും അതിൻ്റെ മറവിൽ സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ധനപരമായ ലാഭം ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തുക, ആ തരത്തിലുള്ള സാമൂഹ്യ സേവനം. മറ്റൊരു കൂട്ടർ വ്യക്തിപരമായ നേട്ടങ്ങൾക്കൊന്നും അവർക്ക് താല്പര്യമുണ്ടാവില്ല. ഇത്തരത്തിലുള്ള താല്പര്യമൊന്നുമില്ല, ഒരു താല്പര്യം മാത്രമാണ്. അത് പ്രശസ്തി ഉണ്ടാവണം, തൻ്റെ പേരെല്ലാവരും അറിയണം എന്നുള്ള തരത്തിലുള്ള ആളുകൾ അതിനെ കൊണ്ടാടിക്കൊണ്ടാണ്. ഇതിലൊന്നിലും പെടാതെ പ്രകടന പദ്ധതിയുടെ യാതൊരു മായാജാലവുമില്ലാതെ ആർഭാടങ്ങളിലെ ആരംഭാരങ്ങളോ ഇല്ലാതെ ശാന്തമായ സേവനവുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ നടത്തുന്നവർക്ക് ജന്മസിദ്ധമായ കഴിവുണ്ടാകുന്നു. അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയല്ല. ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇടയ്ക്ക് വെച്ചാൽ കൃത്രിമത്വത്തിൻ്റെ കുറവ് അനുഭവപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ജന്മസിദ്ധിയായി ലഭിച്ചവർക്ക് മാത്രമേ അത് വിജയിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് കുഞ്ഞോൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം ബിരുദ നേടിയതിനു ശേഷം MBBS ചേർന്ന് പഠിച്ച മനുഷ്യൻ അത് ഉപേക്ഷിച്ചുകൊണ്ട് സാമൂഹ്യ സേവനത്തിലേക്ക് ഇറങ്ങിയെന്നുള്ളതാണ് സഹമായ കാര്യം. ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ കാലത്ത് വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നു. അന്ന് MBBS ഒക്കെ നേടിയുള്ള ഡോക്ടറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൗതികമായ നേട്ടം അനുഭവിച്ച് എത്രത്തോളം ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. വ്യക്തിപരമായ നേട്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന, ഇന്ന് ഏറ്റവും മനോഹരമായി വിശേഷിപ്പിക്കപ്പെടുന്ന സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്, ഏറ്റവും അധസ്ഥിതിയിൽ കഴിയുന്ന സമൂഹത്തെ ഉയർത്തുന്നതിനും അതിനോടൊപ്പം തന്നെ സമത്വത്തിൻ്റെ സന്ദേശം അതെല്ലാ ജനഹൃദയങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടി സേവന നിരതരാകുവാൻ തൻ്റെ ഭൗതികമായ സുഖമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് വന്നാണ് അദ്ദേഹം. സ്വന്തമായ ഒരു വീട് പോലും അദ്ദേഹത്തിനുണ്ടായിരുന്ന കുടിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അടുത്ത കാലത്താണ് സർക്കാർ ഭൂമിയിൽ ഒരു മന്ദിരം താമസിക്കാൻ താല്പര്യമായിട്ട് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള സാമൂഹ്യ സേവനം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുടെ ഈ ഭാഗ്യത്തെ സ്പർശിക്കുന്ന അർപ്പാടത്തിന് അപ്പുറത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. നമ്മുടെ ആചാര്യന്മാരായ നവോത്ഥാന നേതാക്കന്മാരും അത് കഴിഞ്ഞാൽ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ എല്ലാ ദർശനങ്ങളോടും തത്വസംഹിതകളോടും യോജിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ മഹാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു കൊണ്ടുവിളിച്ചാൽ മഹാത്മാഗാന്ധിയാണെന്ന് പറയാൻ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഒരു കാര്യവും ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല അദ്ദേഹം. എൻ്റെ മനസ്സിലുള്ളത് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ട് വളരെ ആലോചിച്ചത് എനിക്ക് 100% ചെയ്യുന്നു തോന്നുന്ന കാര്യം മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അത് പക്ഷേ സമൂഹത്തിനും രാജ്യത്തിനും ചിലപ്പോൾ അപകടകരമായ അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്, തെറ്റായിത്തീർന്നിട്ടുണ്ട്. എങ്കിലും തൻ്റെ മനസ്സിൻ്റെ ചോദന ഉൾക്കൊണ്ട് മാത്രമേ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എനിക്കൊരിക്കലും സ്വാതന്ത്ര്യ സമര പ്രശ്നവുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ തെറ്റുപറ്റിയപ്പോൾ ബ്രിട്ടീഷുകാരുടെ കോടതിയിൽ ചെന്ന് എനിക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു ചെയ്തിരിക്കുന്നു ഞാൻ, അതുകൊണ്ട് എന്നെ ശിക്ഷിക്കൂ എന്ന് അദ്ദേഹം പറയും. എനിക്ക് വലിയ ശിക്ഷ, എനിക്ക് ഹിമാലയൻ ബ്ലണ്ടറാണ് സംഭവിച്ചിരിക്കുന്നത്. ആ പ്രയോഗം ഗാന്ധിജിയാണ് ആദ്യം നടത്തിയത്, ഹിമാലയൻ ബ്ലണ്ടർ. എനിക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു എന്നുള്ള നിയമം കോടതിയോട് ഒരാൾ ചെന്ന് പറയുക എന്നുള്ളത് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാമെന്ന് സാധിക്കും. അങ്ങനെ പറഞ്ഞ മഹത്വത്തിൻ്റെ ആൾരൂപമായ മഹാത്മജി ആ പരമ്പരയിൽ എല്ലെണ്ണാവുന്നവരേ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വിനോഭാവിയുമായ അച്യുത് പട്വർദ്ധൻ സ്വാതന്ത്ര്യാനന്തരം ഡൽഹിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരും അല്ലാത്തവരും പ്രക്ഷോഭം നടക്കുമ്പോൾ അതിലെ വഴി നടന്നു പോയിട്ടുള്ള ആളുകൾ വരെ മന്ത്രിസ്ഥാനത്തിനും പറ്റുന്ന പദവികൾക്കും വേണ്ടി അമ്പടിച്ച സന്ദർഭത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നൊന്നായിരുന്ന അച്യുത് പട്വർദ്ധൻ ഞാൻ നാലാം ഘട്ടത്തിൽ കുട്ടികളോട് പറയുണ്ടായി,
അദ്ദേഹം ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കൂടിയുള്ളതെന്ന ഗാന്ധിജിയുടെ ആ ആഹ്വാനം നെഞ്ചിലേറ്റിക്കൊണ്ട് ഗ്രാമങ്ങളിൽ സേവനമനുഷ്ഠിക്കുകയും വളരെയധികം ആളുകളിൽ ചുറ്റി സഞ്ചരിച്ച ആളുകൾക്ക് വേണ്ടി അദ്ദേഹം ജീവിച്ചു. അത് പ്രസിദ്ധമായി. ഒരിക്കലും അദ്ദേഹം ഡൽഹിയിൽ വന്നപ്പോൾ പത്രക്കാരോടി കൂടി ഫോട്ടോഗ്രാഫർമാരും ഒക്കെ അദ്ദേഹം ഉടനെ ഒരു വലിയ ഷാളുകൾ മൂടിക്കൊണ്ട് പറഞ്ഞ് ഇനി പടമെടുത്തുള്ളൂ. ഒരു പ്രദർശനത്തിനും പ്രകടനത്തിനും നിൽക്കാതെ എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നു? അവർ ജന്മസിദ്ധമായി മനുഷ്യ സമൂഹത്തെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുള്ളത്. പ്രകൃതിജമായ സ്വഭാവം സിദ്ധിക്കൊണ്ട് അനുഗ്രഹീതരായിട്ടുള്ള ആളുകൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിട്ട് ഞാൻ കുഞ്ഞൽ മാഷ കാണുന്നു. സമാദരണീയനായ ആ മകൻ വ്യക്തിത്വത്തിൻ്റെ ഉടമയ്ക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോകട്ടെ. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം അനുമോദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രണാമം നടത്തി. ഇത് ജയഹന്ദ്രനാണ്, എൻ്റെ ശിഷ്യനാണ്. ഞാൻ പഠിപ്പിച്ചിരുന്ന കുട്ടിയാണ്. ദേവി പ്രസാദിനെ കുറിച്ച് ദേവരാജൻ ഭാഷ പോലെ എൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ആളാണ്. ബിജുവിനെ കുറിച്ച് അനുഭവിക്കുന്നത് 3ാമത്തെ വീഡിയോയാണ്. ഇവിടെ തന്നെ ബാങ്കിൻ്റെ സാംസ്കാരിക ശാഖയായ സമന്വയ സാംസ്കാരിക സദസ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സ്വീകരണം കഴിഞ്ഞു. പിന്നെ പഞ്ചായത്തിൽ ആശാവർക്കർമാരുടെ ബന്ധം കൂടിയിട്ട് പഞ്ചായത്തിൽ ഒരു സ്വീകരണം കൊടുത്തു. അവിടെയും ഞാനുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ടുണ്ട് ഒരുത്തുകടവിൽ. മനസ്സിലായോ? കലയും സാഹിത്യവും എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തെ അഭ്യുന്നതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ പുരാണങ്ങളും പ്രമാണ ഗ്രന്ഥങ്ങളും ഏത് കാലത്ത് രചിക്കപ്പെട്ടു എന്നറിയില്ലെങ്കിലും അത് ഉൾക്കൊള്ളുന്ന സന്ദേശം നെഞ്ചേറ്റിയ തലമുറകളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് സാഹിത്യം എന്ന് പറയുന്നത് എന്നും മനുഷ്യനെ തിന്മയും നന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ നന്മയ്ക്ക് മുൻകൈ ഏറണമെന്നുള്ള ആഹ്വാനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരുന്ന സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് എല്ലാ സാഹിത്യവും. മനസ്സിലായോ? മഹാഭാരതം ക്രിസ്തുവിന് 4000 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഊഹിക്കുന്ന എല്ലാവരും കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഇപ്പോൾ 6000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ 1,25,000 പരം ശ്ലോകങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കൃതിയായ മഹാഭാരതം പൂർത്തീകരിച്ചതിന് ശേഷം വ്യാസം പറഞ്ഞത്രേ, ഇതിൽ ഉള്ളത് പലതും ലോകത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിലില്ലാത്തത് ഒരിടത്തും കാണാൻ സാധിക്കില്ല. മനുഷ്യ ജീവിതം അവിടെ അപഗ്രഹിച്ചു വരികയാണ്. കോപതാപങ്ങളും മനുഷ്യൻ്റെ സകലം വൈകാരിക അനുഭവങ്ങളും വൈകാരിക സ്വഭാവങ്ങളും ഒക്കെ അതിൽ അപഗ്രഹിച്ചു വച്ചിരിക്കുന്നു. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം അതിന് രൂപം കൊടുത്തിരിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ അവസാനം നന്മ ജീവിക്കുന്നു. അതാണ് ആ സന്ദേശം മനുഷ്യ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെയാണ് അങ്ങനെയുള്ള സാഹിത്യകൃതികളിൽ ഏറ്റവും വലുത് നാടകമാണ്. നാടകത്തിൻ്റെ 2 തരമുണ്ട്, സാഹിത്യരൂപവും ദൃശ്യരൂപവും. നാടകം ക്രിസ്തുവിന് മുമ്പ് തന്നെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന, ഭാരതത്തിൽ ഗ്രീസിന് മാത്രമേ ഏറ്റവും പ്രാചീന കാലത്ത് നാടകം എന്ന ശാഖ ഉണ്ടായിരുന്നു. അത്ര അത്യുദാത്തമായ ഒരു ശാഖ. അതിലാണ് നമ്മുടെ ഈ കുട്ടിക്ക് നാടക മത്സരത്തിൽ 2ാം സ്ഥാനം കിട്ടിയത്. നിസ്സാരമായ കാര്യമല്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഒന്നും വിളിക്കാൻ നേരമില്ല. പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ എൻ്റെ ഈ നാടക അഭിനയത്തിലുള്ള അഭിനയിച്ച് മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ ഞാൻ ബിജു ഈ നേട്ടവുമായിട്ട് വരുമ്പോൾ ഈ നാടിന് മാത്രമല്ല അഭിമാനം, വ്യക്തിപരമായി എനിക്കും നിറഞ്ഞ മനസ്സോടുകൂടി അഭിമാനിക്കുവാൻ സാധിക്കുന്നു. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ആ കുട്ടി എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എന്നെത്തട്ടെ എന്ന് തിരുപ്പണ്ട് പണിയെപ്പോലുള്ള എൻ്റെ വളരെ വിനീതരായ എന്നെ കൂടുതൽ സ്നേഹിക്കുന്ന ശിഷ്യന്മാരെ അതിൽ ഇഷ്ടംപോലെയാണ്. അവർക്കൊക്കെ കൂടി അർപ്പിക്കുന്ന ഒരു ആശംസ കൂടിയായി തീരട്ടെ. ഇത് എല്ലാവരും നന്മ വരട്ടെ. ആരാധനാർത്ഥത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നിന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഈ എളിയ സദസ്സിൻ്റെ ആദരവ് ഏറ്റുവാങ്ങിയ ശ്രീ ബിജു ജയാനന്ദനെ മറുപടിക്കായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന എനിക്ക് വളരെ വേണ്ടപ്പെട്ടത്
ആരാധന ട്രസ്റ്റിൻ്റെ ഈ സമ്മേളനത്തിൽ എന്നെയും കൂടി ആദരിക്കുകയും കാണിച്ച മനസ്സിന്, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ കാണിച്ച ആ മനസ്സിന് വലിയ നന്ദി പറയുകയാണ്. നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, നാടിൻ്റെ സാമൂഹ്യമായ ശാക്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നാടിനു വേണ്ടി ഇറങ്ങുന്നവരും നാടകം കളിക്കുന്നവരും അവർക്കെല്ലാവർക്കും ഒറ്റ രാഷ്ട്രീയമുണ്ട്. അത് മനുഷ്യത്വത്തിൻ്റേതാണ്, മാനവികതയാണ്. ഇന്ന് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് കുഞ്ഞൂർ മാഷിനെ ആദരിച്ച ഈ വേദിയിൽ എനിക്കും ഒരാദരവ് കിട്ടി എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിനപ്പുറത്ത് താൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, ഒരു അവശ്യ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരെക്കാൾ താഴെ നിന്നുകൊണ്ട് ഒരു വീട് പോലുമില്ലാതെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തെ ആദരിച്ചപ്പോൾ ഈ സംഘടന തന്നെയാണ് ആദരിക്കപ്പെട്ടത്. അതെനിക്കും ഈ വേദിയിൽ നൽകാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു. ഈ വൈകിയ വേളയിൽ മറ്റൊന്നും പറയാനില്ല. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നോക്കുന്നു. വേദിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ശ്രീമതി രാധിക സതീഷാണ്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനീയ അധ്യക്ഷൻ, ജബാർക്ക അച്ഛശ്രീ അവാർഡ് നേടിയിട്ടുള്ള കുഞ്ഞുമോൻ മാഷ്, എൻ്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള തങ്കപ്പ മാഷ്, ദേവരാജ ഉൾപ്പെടുന്ന പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരാധന ട്രസ്റ്റിൻ്റെ കീഴിൽ ഇന്ന് നടത്തുന്ന ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. സാധാരണ ജനങ്ങളിലേക്ക്, സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് ഓരോ വർഷവും നടപ്പാക്കി വരുന്ന ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിൽ കൂടുതൽ മികവുറ്റതാവാനായിട്ട് ഇന്നത്തെ ഈ യോഗത്തിന് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ രണ്ട് വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നുണ്ടായി. ഒന്ന് പത്മശ്രീ അവാർഡ് നേടിയിട്ടുള്ള കുഞ്ഞുമോൻ മാഷാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അറിയില്ലാത്തിൽ കൂടിയും ഇവിടെ സംസാരിച്ചപ്പോൾ മനസ്സിലായി ഒരു അതുല്യ പ്രതിഭയാണ് എന്ന്. ഏറ്റവും അർഹതയ്ക്കുള്ള അംഗീകാരം കൂടിയായിരിക്കണം അദ്ദേഹത്തിൻ്റെ അവാർഡ് എന്ന് പറയുന്നു. ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം കൂടി കൂടുതൽ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ജനത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ ബിജു ദയാനന്ദൻ, എൻ്റെ പ്രിയ സുഹൃത്തും പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു അഭിമാനം കൂടിയാണ് ബിജു ദയാനന്ദൻ. നിരവധി കഥാപാത്രങ്ങളിലൂടെ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തി നോക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനും ഇനിയുള്ള നാളുകൾ കൂടുതൽ വലിയ രംഗങ്ങളിലേക്ക് എത്താനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇവിടെ മാലിന്യ സംസ്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു വിഷയത്തിനെക്കുറിച്ചാണ് ഇവിടെ ബോധവൽക്കരിക്കുന്നത്. ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അത് നമ്മൾക്ക് ആർക്കും നഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സദസ്സിന് ഇവിടെ സൃഷ്ടിച്ചു പോയത്. ഒരു സംസാര പ്രസംഗം കേൾക്കാനോ ആരും തന്നെ മുതിരാറില്ല. പക്ഷേ ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ വിഷുക്കൈകീട്ടവും അതുപോലെയുള്ള സംരംഭങ്ങൾ നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന ജനപങ്കാളിത്തം ഇവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മുടെ ജനങ്ങൾ അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രം ഒത്തുകൂടുന്ന ഒരു കാലത്തിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് ഇവിടെ മാലിന്യ സംസ്കരണം എന്ന് പറയുമ്പോൾ തന്നെ ആർക്കും അതിഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. നമുക്കറിയാം, മാലിന്യം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്.
നമ്മളാണത് കൂടുതൽ ഉപയോഗിക്കുന്നതും നമ്മളാണത് വലിച്ചെറിയുന്നതും. നമ്മുടെ വീടുകളെ വൃത്തിയാക്കുന്നതും അത് നമ്മൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി അത് മറ്റുള്ളവരുടെ പറമ്പിലേക്കും മറ്റുള്ള സ്ഥലത്തേക്കും വലിച്ചെറിയുന്ന ഒരു സമ്പ്രദായം നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, നമ്മളൊരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ നമുക്ക് ആവശ്യമുള്ളതിന് മാത്രം വെക്കുക, ആവശ്യമുള്ളത് മാത്രം വിളമ്പുക എന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജനങ്ങളിലേക്ക്, നമ്മുടെ സ്ത്രീകളുടെ അടിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ഇതുണ്ടാകുന്നില്ല. മാലിന്യം എന്നുള്ള വാക്ക് നമ്മുടെ കേരളത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരുമ്പോഴും മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകിക്കൊണ്ട് പദ്ധതികൾ വഹിക്കുമ്പോഴും സാധാരണ ജനങ്ങളെ അത് ഒറ്റുനോക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകുന്നില്ല. ഇവിടെ ഓരോ പ്രവർത്തനം വരുമ്പോഴും പള്ളിപ്പുറ ഗ്രാമപഞ്ചായത്ത് നിരവധി വർഷങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നോക്കുന്ന ഒരു പഞ്ചായത്താണ്. കൂടുതൽ പ്രവർത്തനങ്ങൾ, കൂടുതൽ ഫണ്ട് വകയെടുക്കുന്ന ഒരു പഞ്ചായത്തുമാണ്. പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചോദിക്കണം. നിരവധിയായ ബോധവൽക്കരണത്തിലൂടെയും നിരവധിയായ പ്രവർത്തനത്തിലൂടെയും ദേവരാജമായിട്ട് ഉൾപ്പെടുന്ന ഹരിതജല മിഷന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന എല്ലാവരും തന്നെ നമ്മുടെ പഞ്ചായത്തുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനേറെ ഒരു പ്രാധാന്യം കൊടുക്കില്ല. പഞ്ചായത്തിൽ പ്രോജക്റ്റ് വെക്കുമ്പോൾ നിരവധി സംശയങ്ങളും നിരവധി ആശയങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും നമുക്കാണ് പഞ്ചായത്തിൻ്റെ സർക്കാരിൻ്റെ കാറ്റഗറിയിലുള്ള പദ്ധതികൾക്ക് മാത്രമേ നമുക്ക് അംഗീകാരം കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് പോകാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും പള്ളിപ്പുറ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ വലിച്ചൊറിയുന്ന സ്വഭാവം ഇപ്പോൾ ഒരു 80% നിന്നിട്ടുണ്ട് എന്ന് പറയാം. അത് ഈ ബോധവൽക്കരണത്തിലൂടെയാണ്. കുറേയേറെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് 10 പേര് കൂടി ചെല്ലുമ്പോൾ പണ്ട് നമുക്ക് പറയാൻ പറ്റും പൈപ്പിൻ്റെ ചോട്ടിൽ നിന്ന് സംസാരിക്കുക, അതിൽ 10 പേരിലേക്ക് വരും. പക്ഷെ ഇന്ന് നമുക്ക് ആ ഒരു സമുദായമില്ല, എല്ലാ വീടുകളിലേക്കും വെള്ളമെത്തി. പക്ഷെ ഇന്നെന്താണ്, അതിന് തക്കതായിട്ടുള്ള സംഘടനകൾ രൂപീകരിച്ചപ്പോൾ ആ സംഘടനകളിലൂടെ നമ്മൾ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ബോധവൽക്കരണം 10 പേര് കേട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരാളെങ്കിലും അത് ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം നമുക്ക് വേറെ തന്നെയാണ്. നമുക്കറിയാം, മാലിന്യ സംസ്കരണവും കൃഷിയും കൂടി യോജിപ്പിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളുണ്ട്. നമ്മുടെ വേസ്റ്റുകൾ നമ്മുടെ കൃഷിയിലേക്ക് തീർക്കുകയാണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടും, അത് നന്നാക്കാൻ പറ്റില്ല. നമ്മുടെ ബാങ്ക് തന്നെ, ബാങ്ക് അക്കോപോളിക്സ് അതുപോലുള്ള പ്രവർത്തനങ്ങൾ, അക്കോപോളിക്സിൻ്റെ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടുള്ള ബാങ്കാണ്. കുറേയധികം ആളുകളിലേക്ക് അത് എത്തപ്പെടുന്നുണ്ട്. അതുപോലെ മാലിന്യ സംസ്കരണം, മാലിന്യം വലിച്ചു വരുന്നതും മാലിന്യം ഇല്ലാതാക്കുന്നതും നമ്മുടെ കടമയാണ്, മാലിന്യം ഉത്തരവാദിത്തമാണ്, അത് വലിച്ചെറിയാൻ പാടില്ല എന്ന് നിരവധി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയേറെ ആളുകൾ ഇപ്പോൾ മാറിപ്പോകുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാരുണ്ട്, എനിക്കൊന്നും ഇത് ബാധകമല്ല, ഞാനിത് പങ്കാളിയാവില്ല എന്ന് പറയുന്ന ആളുകൾ ഇന്നും അങ്ങനെ തന്നെ പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഒരു കൊറോണയോ ഒരു ചിക്കൻ കറിയോ ഒരു ഡെങ്കിപ്പനിയോ വന്നാൽ പോലും നമ്മുടെ ആളുകൾ മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ബോധവൽക്കരണത്തിന് ഒട്ടും കുറവുകളുണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് നമ്മുടെ ഇവിടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന ഈ സംസ്ഥാന ക്ലാസ് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്താനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കാൻ കൂടുതലായിട്ട് നമ്മുടെ ആരാധനാ ട്രസ്റ്റിൻ്റെ എല്ലാ ഭാവങ്ങളും അതോടൊപ്പം അവർക്ക് കൂടുതലായിട്ട് മുതലേക്കാനായിട്ട് കഴിയുന്ന ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് RPM വൈപ്പിൻ ബ്ലോക്ക് ഹരിത കേരള മിഷൻ്റെ ചാർജ് ശ്രീ ദേവരാജൻ മാസ്റ്റർ അവരുകളാണ്. അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചു. പ്രിയമുള്ളവരെ, നമുക്കിന്ന് 2 കാര്യങ്ങളാണ് നമ്മൾ നിർവഹിച്ചത്. ഒന്ന്, 2 വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അത് 2 പേരെയും അനുവദിക്കുന്നു. പിന്നെ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച്, യഥാർത്ഥത്തിൽ മാലിന്യം എന്ന് പറയുന്നത് വിഭവമാണെന്ന് മനസ്സിലാക്കാത്തതാണ് നമ്മളുടെ ഒരു തകരാറ്. മാലിന്യം ഉണ്ടാകുന്ന കാര്യം ഇവിടെ പറഞ്ഞില്ലേ, നമ്മൾ കഴിക്കുന്ന ചോറ് പുറത്ത് വിടാതെ മാലിന്യമായി പ്ലേറ്റിലിരിക്കുകയാണെങ്കിൽ അത് വിഭവമാണ്. പക്ഷേ ഈ പുറത്ത് വീഴുന്ന കാര്യം വിഭവമാക്കി എടുക്കുന്നതിലാണ് നമ്മൾ ചെയ്യുന്നത്. പണ്ടൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നത് ഈ മാലിന്യം സംസ്കരിക്കേണ്ടത് പഞ്ചായത്തുകളുടെ കടമയാണ്. ഇന്ന് ഭരണഘടനകൾ വ്യത്യാസം വരുത്തിയിരിക്കുകയാണ്, നിയമങ്ങളിൽ വ്യത്യാസം വരുത്തി. മാലിന്യം ഇവിടെ പറഞ്ഞു, ഗണേശ് പറയുണ്ടായി, അവനവൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള
എന്നുള്ള ബോധം ജനങ്ങളിലേക്ക് ഇനി എത്തിയിട്ടില്ലെന്നുള്ളതാണ് ഒരു വസ്തുത. ഇത് എങ്ങനെയല്ലേ എത്തിക്കാൻ കഴിയും? അതിനാണ് ആരാധന ട്രസ്റ്റ് ഒരു പുതിയ മാതൃക അവലംബിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഉറവിട മാലിന്യങ്ങളുടെ ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഒരു ഉറവിട സംസ്കരണ പ്ലാന്റ് കൊടുക്കാനും തീരുമാനിച്ചിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഇവിടെ പഞ്ചായത്തിൽ ഇത്തരം പ്ലാന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൊടുത്തിട്ട് എന്താ അവസ്ഥ? നമുക്കറിയാം, ബക്കറ്റ് കൊടുത്താൽ അത് മറ്റാവശ്യങ്ങൾക്ക് വെള്ളം എടുത്ത് വെക്കാനും സാരി ഇടാനൊക്കെ ഉപയോഗിക്കും. സാരി ഒരിക്കലും ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രമായിട്ട് മാറില്ലല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലൊരു അവസ്ഥ. അതിനുവേണ്ടി ഇപ്പോൾ ഹെൽത്ത് കമ്മീഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ സംഭരിക്കുന്നതിന് വാതിൽപ്പടി സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സേവനം നടത്തുന്ന സമയത്ത് വീടിനകത്ത് കയറിയിട്ട് അവരുടെ കക്കൂസ് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ അവരുടെ അടുക്കളയിൽ എന്തായാലും മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന എന്ത് മാർഗമാണ് അവലംബിച്ച് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനുള്ള ശ്രമം കൂടി നടത്താൻ ജനുവരി പരിപാടി ഇട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറേ കൂടി ഒരു ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും നമുക്ക് അറിയാം, ഇവിടെ ഞാനൊരു കാര്യം ഓർക്കുന്നത്, ഒരു 30 വർഷങ്ങൾക്ക് മുൻപ് കക്കൂസിൽ പോകുന്ന ഒരു പ്രവൃത്തി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എവിടെ പോയിരുന്നത്? വെളുക്കിയിരിക്കാന്നാണ് പറഞ്ഞിരുന്നത്. ഈ വെളുക്കിയിരിക്കൽ മാറ്റി നമ്മൾ അകത്തിരുത്താൻ ഒരുപാട് ശ്രമം നടത്തി. അന്ന് ശാസ്ത്രാന്വേഷണത്തെ കരുതി വീട് വിടാൻ ക്യാമ്പയിനുകൾ ആളുകളെ അകത്തിരുത്താൻ ശ്രമിച്ചത്. അങ്ങനെയുള്ള ഫലമായപ്പോൾ കക്കൂസ് അകത്തിരിക്കാൻ വേണ്ടി. പക്ഷെ കക്കൂസ് അകത്തിരുന്നപ്പോൾ എന്താ പറ്റിയത്? ഈ കക്കൂസ് ക്ലീൻ ചെയ്യാനായിട്ട് ചില രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒന്നാമത്തെ ശത്രുവാണ്. കക്കൂസ് ക്ലീൻ ചെയ്യാൻ രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അത് ക്ലോസറ്റൊക്കെ ഭംഗിയായിട്ട് കിടക്കും. പക്ഷേ ഈ സാധനം ബാക്ടീരിയ നശിപ്പിക്കുന്നതാണ്. ഈ മരം അങ്ങനെ തന്നെ ഇടയ്ക്കാണ് ചെയ്യുന്നത്. അത് കോരേണ്ടി വരുന്നത്. ഈ കോരുന്നവർ എവിടെയാണ് പോകുന്നത്? നമ്മുടെ ജലാശയങ്ങളിലും പറമ്പുകൾക്ക് ഇടയ്ക്കൊക്കെയാണ് ചെയ്യുന്നത്. ഈ ഒരു വിപത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ്. അപ്പം നല്ലൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നമുക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം. അത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിന് മുൻപ് തന്നെ നമ്മളുടെ കക്കൂസുകൾ എങ്ങനെ നമുക്ക് മാലിന്യമുക്തമായിട്ട് സംരക്ഷിക്കാം എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതാണ് ഹാർപ്പിക് എന്നുള്ള സാധനം നമ്മുടെ വീട്ടിൽ കയറ്റാനേ പാടില്ല. എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ള കാര്യമാണ്, അത്തരം രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഒരിക്കലും നമ്മുടെ ക്ലോസറ്റ് കഴുകാൻ പാടില്ല. ഇനി അങ്ങനെ കഴുകുകയാണെങ്കിൽ ആ വെള്ളം തവി ഉപയോഗിച്ച് പുറത്തേക്ക് കളയണം. ഒരിക്കലും അത് ക്ലോസറ്റിൽ നിന്ന് ടാങ്കിലേക്കെല്ലാം ഇടപെടുക്കരുത്. ഇതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ജനങ്ങളിലേക്ക് എത്രമാത്രം എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാർത്തകൾ അവസാനിക്കും. എല്ലാവർക്കും നന്ദി. അടുത്തതായി സംസാരിക്കുന്നത് റിസർച്ച് ആൻഡ് പോളിസി കൺവീനർ ശ്രീ NM രവി അവരുകളാണ് വേദിയിൽ ക്ഷണിക്കുന്നത്. പണ്ഡിത സമാനന്ദ പ്രസാദന് നമസ്കാരം. രാഷ്ട്രാന്തരീയ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമായി നാം വളർന്നുകഴിഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ മാനവരാശിയെ സംബന്ധിച്ച വിധിനിർണായകമായ പങ്ക് തുടർന്ന് വഹിക്കണമെങ്കിൽ നാം നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു. ആധുനിക പരിഷ്കൃത ലോകത്ത് ഏതൊരു വ്യക്തിയും സമൂഹത്തിലെ അംഗമാണ്. ആ സമൂഹത്തിന്റെ സാംസ്കാരികവും മാനസികവും സാമ്പത്തികവുമായ അല്ലെങ്കിൽ സാമൂഹികമായ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇന്ന് ഈ വേദി ധന്യമാക്കിയിരിക്കുന്നത്. ഈ മാലിന്യ നിർമ്മാർജ്ജനം ആദ്യമായി ഉണ്ടാകേണ്ടത് നമ്മുടെ മനുഷ്യ മനസ്സുകളിലാണ്. അതിന് നമുക്ക് ആദ്യമായി വേണ്ടത് ശുചിത്വമാണ്. ഈ ശുചിത്വം
ശുചിത്വം നമ്മളെ ആദ്യമായി പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയായിരുന്നു എന്ന് നിങ്ങളെല്ലാവരും എന്നോട് സമ്മതിക്കുമെന്ന് തോന്നുന്നു. രാഷ്ട്രം ആദരിച്ച 3 മുതൽ വ്യക്തികളിൽ പ്രണവഘടനീയനാണ് മഹാത്മജി രാഷ്ട്രപിതാവ് എന്ന അത്യുന്നത ബഹുമതി. രണ്ടാമത്തെ ബഹുമതി രാഷ്ട്രശില്പിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. മൂന്നാമത്തെ മഹോന്നത വ്യക്തിത്വം അല്ലെങ്കിൽ പദവി ഭരണഘടനാ ശില്പിയായ ദാദാ സാഹേബ് ഭീംറാം രാംജി അംബേദ്കർ എന്ന മഹൽവ്യക്തി. ഗാന്ധിജിക്ക് ലോകത്തിലെ പരമോന്നത ബഹുമതിയായ നോബൽ സമ്മാനം ലഭിച്ചില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെയായിരുന്നു ഡോക്ടർ ബി.ആർ. അംബേദ്കർക്ക് ഭാരതരത്നം എന്ന രാഷ്ട്രപതി ബഹുമതി ആദ്യകാലത്ത് നൽകാതിരുന്നത്. ഈ അടുത്ത കാലം വരെ രാജ്യത്തെ പരമോന്നത ബഹുമതികളായ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നം എന്നിവയെല്ലാം നൽകപ്പെട്ടിരുന്നത് വരേണ്യ വർഗങ്ങൾക്കായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഫ്രാഞ്ചിയേറ്റന്മാർക്ക് വരെ ഇവിടെ ആ ബഹുമതികൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇതാ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സാധാരണക്കാർക്ക് വരെ ഈ ബഹുമതികൾ കിട്ടിത്തുടങ്ങി എന്നുള്ളത് നാം അവർക്കും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 10-60 വർഷക്കാലം നമ്മുടെ കേരളക്കരയിലെ അതിർത്തി വിഭാഗത്തിന് വേണ്ടി രാവില്ല പകലില്ലാതെ സ്വജീവിതം മുഴിഞ്ഞു വെച്ചുകൊണ്ട് സ്വന്തമായി ഒരു കൂര പോലുമില്ലാതെ പ്രവർത്തിച്ച മാനനീയ പദംശ്രീ കുഞ്ഞോൾ മാഷ് അവർ, നമ്മുടെ കവി കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുണ്ട്, പൊക്കമില്ലായ്മയാണ് പൊക്കം, എന്നെ പൊക്കാതിരിക്കുവിൻ എന്ന് പറഞ്ഞത് പദംശ്രീ കുഞ്ഞോൾ മാഷിനെ പോലെയുള്ളവരെ കുറിച്ചായിരിക്കാം എന്ന് ഞാൻ ആശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പൊക്കം അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലായിരുന്നു. ഇവിടെ ഏറ്റവും ആദ്യം പൊതുരംഗത്തേക്ക് കടന്നു അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. MBBS വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ റാഗിങ്ങിന്റെ പേരിൽ ഇടക്കാലത്ത് പഠിത്തം നിർത്തിപ്പോകേണ്ടി വന്ന ഒരു നിർഭാഗ്യവാനാണ് അദ്ദേഹം. തുടർന്ന് അദ്ദേഹം മഹാരാജ് കോളേജിൽ ഉന്നത വിദ്യാഭ്യാസം നേടി. അത് മറ്റൊരു നിയോഗം. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ്